والصلاة والسلام على سيد المرسلين شفيع إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله صلى الله عليه وسلم. بسم الله عليك توكلنا وإليك أنبنا وإليك نعم المولى ونعم النصير ولا حول ولا قوة إلا بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بحق لقد جاءكم رسول من أنفسكم حريص عليكم بالمؤمنين رؤوف فإن تولوا فاستغفروا الله لا إله إلا هو وهو رب العرش. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. മുഅ്മിനീങ്ങളെ, പരമാവധി എല്ലാവരും മുന്നിലേക്ക് കയറി പരമാവധി ഇങ്ങോട്ട് കയറി പരമാവധി എല്ലാവരും കയറി പരമാവധി കയറി ദൂരെ ഇരിക്കരുത്. പരമാവധി കയറിയിരിക്കണം. ദൂരമുള്ള ആളുകൾ പരമാവധി കയറി. നോമ്പ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അമലാണ്, മനസ്സിലാക്കാൻ വളരെ പ്രയാസം. നോമ്പ് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അമലാണ്. നോമ്പ് എളുപ്പമുള്ള അമലേ അല്ല, നോമ്പ് വളരെ പ്രയാസമുള്ള അമലാണ്. ഒരിക്കലും ദൂരെ ഇരുന്നാൽ നോമ്പ് ഒന്നാണ്, നോമ്പാണ്. അതുകൊണ്ട് നോമ്പിനെ പറ്റി ഒന്ന് മനസ്സിലാക്കുക എന്നത് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങനെ ഉണർന്ന് കേൾക്കുമ്പോഴാണ് ഗൗരവമായി ചിന്തിക്കുക. അപ്പോഴാണ് നമുക്കത് ഉപകരിക്കുക. വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ആ ബാക്കിലുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലേ? കേൾക്കുന്നില്ലേ? പറയും, ബാക്കിന്ന് പറയും, കേൾക്കുന്നില്ലേ? ബാക്കിലെ ആളുകൾ പറയും, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറയും മനുഷ്യന്മാര്. ഊമകളെ ബാക്കിലേക്ക് ആക്കിയതാ, ഉണ്ടാൻ വൈകുന്നവരൊക്കെ മുന്നിൽ നിന്ന് ഊമകളായ സാധുക്കളെ ബാക്കിലാക്കിയതാണെങ്കിൽ ബഹുമാനപ്പെട്ട ഊമകൾ മുന്നിലേക്ക് വരും. ഒരു വിഷയം പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചതൊന്നല്ല, വളരെ ഗൗരവമാണ് വിഷയം. ആ വിഷയത്തിൽ ഇടപെടും.
അടുത്ത ആയത്തിൽ പറയുന്നത് അയ്യാമം മഅദൂദാത്തിൻ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ്. നിർണീണ്ട ദിവസങ്ങളിൽ ആണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിലോ നിങ്ങൾ യാത്രയിലോ ആണെങ്കിൽ വേണ്ട, നിങ്ങൾ മറ്റു മാസങ്ങളിൽ ഇതിന് തുല്യ ദിവസങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകും, പ്രയാസപ്പെടേണ്ടതില്ല എന്നാണ്. അതിനേക്കാൾ വിചിത്രം അത് പറയാൻ വീണ്ടും ഒരായത്താണ്. ഇത് തന്നെ പറയാൻ വീണ്ടും ഒരായത്ത്. എന്താണ് അടുത്ത ആയത്ത്? അടുത്ത ആയത്ത് ഓറലായ ഒരു ആമുഖമുണ്ട്. ആ ആയത്ത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ 185. റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ജനങ്ങൾക്ക് ഹിദായത്തായിട്ടും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ഇറക്കിയ മാസമാണ് റമളാൻ. ബസ് ഓതണമെന്നും പറഞ്ഞില്ല, ഓതണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഒരു പണിയായിരുന്നു. പറഞ്ഞു ഓതണം പറഞ്ഞില്ല, ഓതിക്കോന്ന് പറഞ്ഞതല്ല. ഇങ്ങനെയാണ് സംഭവം നടക്കുമല്ലോ. അങ്ങനെ ശഹ്റു റമളാനല്ലദീ ഇന്നെ തന്നെ നോക്ക്, ഇന്നെ തന്നെ നോക്ക്, ഇന്നെ തന്നെ നോക്ക്, ഇന്നെ തന്നെ നോക്ക്. ഞാൻ നിങ്ങളെ അതിഥിയാണ്, വിളിച്ചിട്ട് വന്നതാണ്. അപ്പോ ഇന്നത്തെ നോക്ക്. ഇന്ന് വേറൊരാളെ നോക്കാൻ പാടില്ല, ഇന്ന് ഇന്നെ നോക്ക്. ഞാൻ ഇവിടെ വിളിച്ചിട്ട് വന്നത്. അപ്പൊ ഇന്നെ തന്നെ നോക്ക്. 185. എന്നിട്ട് പിന്നെയും പറയണ എന്താണെന്നറിയോ? തന്നെ 184 പറഞ്ഞു, തന്നെ 185 പറഞ്ഞു. അപ്പോൾ സാരല്ല, വലിയ ഉത്സാഹത്തിലായിരുന്നു 183. 184 ഇത്രയുള്ളൂ എന്നായി. 185 അങ്ങനെ തന്നെയായി. കാരണം എന്തുകൊണ്ട്? 184 അടികൂട്ടിയതാണ് 185. ചെറിയൊരു വ്യത്യാസം. 184 ഫമൻകാന മിൻകും മരീളൻ. 185 വമൻകാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പ് ബാക്കിൽ കൊടുക്കുന്നുണ്ട്. എന്താ അടിക്കുറിപ്പ്? 184 കൂടി ഒന്നും കൂടി അടിക്കുറിപ്പ് കൊടുക്കുന്നുണ്ട് 185. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അതോടുകൂടെ നിരുത്സാഹം കൂടി. പ്രശ്നമില്ലാന്ന് ശരിക്കും മനസ്സിലായി. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹുവിന് ഉദ്ദേശമില്ല. നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യലേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. 186 പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും പെടാത്തത് പോലെയുള്ള ഒരായത്. ഓണത്തിന് പൂട്ടുകച്ചവടം എന്നൊക്കെ പറയും പോലെ ഇതൊന്നും പെടൂല. ഇത് റമളാനും ഇല്ല, അതില് തറാവീഹും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ഖുർആനും ഇല്ല, ഒന്നുമില്ല. അടുത്ത പ്രത്യക്ഷത്തിൽ ഇതിലൊന്നും പെടും പോലെയല്ലാത്ത ഒരായത്താണ് അടുത്തായത്. അതിങ്ങനെയാണ്: ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അടിമകൾ എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല, അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞില്ല. അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. ഒരു വിചിത്രമായ ശൈലി.
എന്നാ ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചു 186-ലെത്തിയപ്പോ തോന്നി റമളാന്റെ വർത്താനം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇതിലൊന്നും പെടാത്ത വർത്താനം പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ആഴ്ച വീണ്ടും നോമ്പിലേക്ക് തന്നെ മടങ്ങി. ലൈലത്തുൽ സിയാമി റഫസു ഇലാ നിസാഇകും കുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന അലിമല്ലാഹു അന്നകും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും ഫൽആന ബശറു. കഴിഞ്ഞു. ഈ 5 ആയത്താണ് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ. പിന്നെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഫളായിലുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ഫളായിലുകൾ കാണാം. നോമ്പിന്റെ വുജൂബുമായി ബന്ധപ്പെട്ട ആയത്ത് അൽ ബഖറ 183, 184, 185, 186, 187 ആയത്തുകളാണ്. പക്ഷെ അതിന്റെ ശൈലി ഇങ്ങനെയാണ്. നോക്കണേ, ശ്രദ്ധിക്കണേ, നല്ല പോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവില്ല, പിന്നെ ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെ മനസ്സിലാവും? ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നേരെ വിപരീത ഫലം ഉണ്ടാവും. ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അത് നേരെ നമ്മളതിന്റെ ഉള്ളിങ്ങനെ പൊളിച്ച് പറയുമ്പോ നേരെ വിപരീതമായി മനസ്സിലാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ 5 ആയത്ത് 183, 184, 185, 186, 187 ഈ ആയത്തുകളാണ് നോമ്പിന്റെ ആയത്തുകൾ. അത് കഴിഞ്ഞ് സാമ്പത്തിക നിയമങ്ങളുള്ള ആയത്തുകളിലേക്ക് 188ഓടുകൂടെ പ്രവേശിക്കും. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ സുബ്ഹാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന വളരെ ഗൗരവവും മൗലികവുമായി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എവിടെയാണ് നമ്മൾ ഇവിടെ തപ്പേണ്ടത്? എവിടെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. കുറഞ്ഞ നേരം നല്ലോണം ശ്രദ്ധിച്ചിരുന്ന കുറഞ്ഞ നേരം കൊണ്ട് ഇതിങ്ങനെ മുറി കൂടി വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇത് ശൈലി ഇങ്ങനെയാ, ഇതന്നെയാ നോമ്പിന്റെ ശൈലി ഇങ്ങനെയാ. ഏതൊക്കെ ആയത്ത്? 183, 184, 185, 186, 187. ഒരാൾ മുസാഫ് എടുത്ത് കൈ പിടിച്ചാളി. ഒരാൾ മുസാഫ് എടുക്കി. അള്ളാന്റെ കലാമല്ലേ, ഒരാളെടുക്കി ഒരു മുസാഫ് ഒരു മുസാഫ് അങ്ങോട്ട് കൊടുക്കും. ഏതെങ്കിലും ഒരാൾ ഈ പണിയൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഈ പണി ഒഴിവാക്കണം കേട്ടോ. പണി 100 ഖത്തം തീർത്താൽ ഈ ഒറ്റ പണി കൊണ്ട് വാത്തിലോ. ഈ പണി ഉണ്ടല്ലോ, കണ്ടില്ലേ? ഇവ സ്ഥിരമായി നമ്മളെ പള്ളിയിൽ കാണുന്ന മുസാഫ് എടുത്ത കളിക്കാൻ കാണുന്ന കളിയാണ്. മുസാഫ് ഇങ്ങനെ വെച്ചാൽ പോലും കുരുത്തക്കേട് സംഭവിക്കും. മുസാഫ് നിന്റെ പടച്ചോൻ എങ്ങനെ വെച്ചോ അങ്ങനെ. മനസ്സിലായില്ല? മുസാഫ് ഇങ്ങനെയൊക്കെ അള്ളാഹു വെച്ചത് ഇങ്ങനെയാണ്. അതായത് 1 ഫാത്തിഹ, 2 അൽ ബഖറ, 3 മനസ്സിലായില്ലേ? മുസാഫ് ഇങ്ങനെയൊക്കെ മുസാഫ് അങ്ങനത്തെ. കാരണം അങ്ങനെയാണ് ആര് വെച്ചത്? മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു വെച്ചത്. മുസാഫ് ഇങ്ങനെ വെച്ചാൽ പോലും മുസാഫിനെ കണ്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ശുദ്ധമായ അല്ലാഹുവിന്റെ കലാം ദുനിയാവിൽ ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. നന്നാവണവർക്ക് നന്നാവാനോ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും അൽ ബഖറ 183 മുതൽ ഒരാളൊന്ന് നോക്കിയാൽ മതി. ഞാൻ ആ പറഞ്ഞതൊക്കെ ശരിയല്ലേ? 183, 184, 185, 186, 187.
നിങ്ങൾ നോക്കിയാൽ മതി, ആയത്ത് നിങ്ങളൊന്ന് ഇങ്ങനെ പരിചയപ്പെട്ടാൽ മതി. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ വേറുള്ളവർക്കും വീട്ടിലൊക്കെ പോയിട്ട് എടുത്തു നോക്കിക്കോളൂ, ചിന്തിക്കും. ഇനി നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്? 180. ഇത് വലിയ രസം എന്താന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ചെറിയ ആയത്ത് നോമ്പ് നിർബന്ധമാണെന്ന് പറയാനുള്ള ആയത്ത്. സാരില്ല എന്ന് പറയുന്ന ആയത്ത് രണ്ടും വലുതാണ്. വേറെ ആയത്ത് അതിലൊന്നും പെടാത്തത് പോലെയാണ്. ലാസ്റ്റ് ആയത്ത് ഒന്നും കൂടി വലുതാണ്, അതും സാരില്ല എന്നുള്ള ആയത്ത്. 183 നോമ്പ്, 184 സാരല്ല, 185 സാരല്ല, 186 അടിമ അന്വേഷിച്ചാൽ ഞാൻ അടുത്തുണ്ട്. 187 രാത്രികാലങ്ങളിൽ ഭാര്യമാരെ അഭിരമിക്കുക, അവർ നിങ്ങൾക്ക് ഉടയ വസ്ത്രങ്ങളും നിങ്ങൾ അവർക്ക് ഉടയ വസ്ത്രങ്ങളുമാണല്ലോ. ലിബാസ് എന്നാ പറഞ്ഞത്. ലിബാസും സൗബും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ലിബാസ്, ഇതിപ്പോൾ സൗബാണ്. ഇത് ഇപ്പോൾ ലിബാസാണ്. മനസ്സിലായില്ല? ഇപ്പോൾ ലിബാസാണ്, ഇപ്പോൾ സൗബാണ്. ഉടയാട, ഉടയവസ്ത്രം എന്ന് പറയും. ഏതോ തുണിഷാപ്പിന് ഉടയാടാണ് പേരിട്ടതായി ഞാൻ കണ്ടു. അത് തെറ്റാണ്. തുണിഷാപ്പ് ഉടയാടയാവും. മനസ്സിലായില്ല? ഉടയാടയാണ് ആ തുണിഷാപ്പിൽ ഉള്ളതെങ്കിൽ പിന്നെ അതോട്ട് വാങ്ങൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? എന്തിനാ ലിബാസിനോട് പെണ്ണിനെയും ആണിനെയും ഉള്ള ബന്ധം ലിബാസാക്കി പറഞ്ഞത്? ലിബാസ് എന്ന് പറഞ്ഞാൽ ഔറത്തിനെ ചുറ്റുമ്പോൾ ലിബാസാവും. ഔറത്ത് നാട്ടുകാരും കാണൂല. ഇഷ്ടന്മാരെ ലിബാസ് കാണും. മനസ്സിലായില്ല? കുന്ന ലിബാസുല്ലക്കും. ഒന്ന് പറയും മനുഷ്യന്മാരെ, പെണ്ണ് ആണിന്റെ ഔറത്തിനെ ചുറ്റിയ ഉടയവസ്ത്രവും ആണ് പെണ്ണിന്റെ ഔറത്തിനെ ചുറ്റിയ ഉടയവസ്ത്രവുമാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ പരസ്പരം മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു പ്രയാസകരമാണ്. ലിബാസിനെ ഔറത്തിൽ നിന്ന് മാറ്റിയാൽ പിന്നെ അതുകൊണ്ട് പാടെ മാറ്റുക എന്നത് ശ്രമകരമാണ്. തൽക്കാലം നിങ്ങൾ പകലിൽ മാറ്റി വെച്ചോളൂ, രാത്രിയിൽ നിങ്ങൾ വസ്ത്രം ഔറത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോട്ടെ. എന്തൊരു ഭംഗിയാണ് അവിടെ. അല്ലാഹ് ഇങ്ങനെ പറയാൻ ഭയങ്കര. ചുരുക്കത്തിൽ അതും ഒരു ഇളവാണ്. സാരല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആയത്ത് നോമ്പ് നിർബന്ധമാണ് എന്ന് പറയാനുള്ള ആയത്ത്. ചിന്തിക്കും. അതിലകത്തെ വല്ലാതെ ഒന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ പറയ്, കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ചിന്തിക്കും. ഇനി നമ്മൾ ആരാധനയിലേക്ക് മടങ്ങുക. ആരാധന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫുറൂഇയ്യാത്താണ്, ശാഖാപരമായ കാര്യമാണ്. നല്ല ഫോമിലാണെങ്കിലേ പറയുള്ളൂ. നല്ല ഫോമിലാവും. നല്ല ഫോമിലല്ലേ? ഒന്ന് പറയേ, നല്ല ഫോമിലല്ലേ? ഫുറൂഇയ്യാത്താകുമ്പോൾ അതൊരു കുമിളയാണ്. എന്നാൽ ഈ കുമിള പോലത്തെ സാധനത്തിന് ബലം ഉണ്ടാവൂലേ? ബലമുണ്ട് ഉണ്ടാകണമെങ്കിൽ അതിനെ ഉസൂലിയാത്തുമായി ബന്ധപ്പെടുത്തണം, അടിസ്ഥാനപരമായ കാര്യവുമായി ബന്ധപ്പെടുത്തണം. മണ്ണര എന്ന് പറയുന്ന സാധനങ്ങൾ പഴയ കാലത്ത് ചൂണ്ടലിടാൻ പോകുമ്പോൾ മണ്ണര എന്ത് ചെയ്യുന്നറിയോ? എന്താ പറയാ, കട്ടന്റെ അടിയിൽ നിന്ന് മണ്ണര നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്നാൽ
അതിനെ വെള്ളത്തിലിടാണ്. വെള്ളത്തിലിട്ടിട്ട് ആര് തിന്നു? മീൻ തിന്നൂല, ആരും നമ്മൾ വിടൂല, വലിയ വളവന്മാരല്ലേ. പക്ഷേ ഈ മണ്ണരക്ക് അതിനൊരു ഒരു കുമ്മള പോലത്തെ സാധനമാണ്. പക്ഷെ അതിന് എന്ത് ചെയ്യുന്നറിയോ? അതിനെന്ത് ചെയ്യും? ചൂണ്ടലിന്റെ കുളത്തിലേക്ക് കയറ്റും. അപ്പോൾ അതിന് കുളത്തിന്റെ കിണറ്റിനുണ്ടോ? മനസ്സിലായില്ല. പിന്നെ അത് എങ്ങനെ ചൂണ്ടൽ നിൽക്കുവോ അങ്ങനെ നിൽക്കും. അത് വെള്ളത്തിലിട്ടാൽ അത് അങ്ങനെ കിടക്കും. ഒലിവൊന്നുമില്ലെങ്കിൽ അത് അങ്ങനെ. എന്നാൽ അങ്ങനെ വല്ലാതെ ഇളകൂല. അതിന്റെ ഉള്ളിൽ കനം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? പറ. ഒരു ഇരുമ്പിന്റെ ചൂണ്ടൽ കൊണ്ട് ഇതിന് കനം കൊടുത്തപ്പോൾ ഈ കുമിള പോലത്തെ സാധനം ബലത്തിൽ ചില സാധനത്തെ നമ്മൾ അങ്ങനെ ചെയ്യും. ഉദാഹരണം പറയാ, നമ്മള് എന്താ പറയാ, നമ്മളെ അരയിൽ കെട്ടുന്ന നമ്മളെ അണ്ടർവെയറിന്റെ എന്താ പറയാ, ചില ആളുകൾ എന്താ പറയാ നാടൻ ട്രൗസർ കിട്ടുന്ന ആളുകള് എന്ത് ചെയ്യും? ചിലപ്പോൾ അതിന് പെണ്ണുങ്ങള് അലക്കണിന്റെ ഇടയിൽ അതിന്റെ വള്ളി കൊണ്ട് ഊരി പോലും നോക്കുക. എന്തിനോ മനുഷ്യന്മാരെ വിളിക്കണ്? നിങ്ങൾക്ക് ആർക്കും ട്രൗസർ ഇല്ലേ? അതിനൊന്നും വള്ളി ഊരാരുമില്ലേ? ഈ ട്രൗസറിന്റെ അത്ര പോന്ന ചെറിയ ആ ദ്വാരത്തിലൂടെ ഇനികൾ കേറ്റാൻ വള്ളി മിനഹൈസു ഇന്നഹു വള്ളി 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 എന്ന നിലയ്ക്ക് അയാൾക്ക് അതിന് കേറാനുള്ള ബലം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ വെള്ളിയെ എന്ത് ചെയ്യും? ഒരു ഈർക്കിളിൽ പിടിക്കും. എന്നിട്ട് അപ്പോൾ വള്ളി സ്വയം ബലം ഇല്ലാത്തതാണ്. പക്ഷെ വള്ളിയെ എന്തിലേക്ക് കയറ്റി? ഈർക്കിളിയിൽ കയറ്റിയപ്പോൾ ഈർക്കിളിയുടെ ബലം വള്ളി. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ കുമിളകളാണ്. ഫുറൂഇയാത്താണ്, ശാഖാപരമായ കാര്യമാണ്. ഉസൂലിയാത്തല്ല, അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ല. നിങ്ങൾ എന്റെ കൂടെ വരി, എന്റെ കൂടെ വരി. അത് അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല, അത് ഫുറൂഇ ശാഖാപരമായ കാര്യങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്യും? ഈ ശാഖാപരമായ ഈ കാര്യങ്ങളെ നേരെ ഉസൂലിയാത്തെ ഉള്ളിലിട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ബലല്ലെങ്കിൽ പിന്നെ അതിന് യാതൊരു വിലയുണ്ടാവില്ല. അതെന്താ? ഇബാദത്തിന്റെ മുഴുവനും ഉള്ളു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, ദുആയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുആ പ്രത്യക്ഷത്തിൽ കർമ്മമാണെങ്കിലും അത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക എന്നതാണ് ദുആയുടെ അടിസ്ഥാനം. അത് ഈമാന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. ചിന്തിക്കും. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക, ഇതിനെന്താ പറയാ? അത് മാറ്റി വെച്ചാൽ പിന്നെ നിസ്കാരം ഒരു നീർക്കുമിളയാണ്. അത് മാറ്റി വെച്ചാൽ പിന്നെ സക്കാത്ത് ഒരു നീർക്കുമിളയാണ്. ദുആ മാറ്റി വെച്ചാൽ പിന്നെ ഹജ്ജ് ഒരു നീർക്കുമിളയാണ്. അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക, അടിമക്ക് ബോധ്യപ്പെടുക ഞാനൊന്നുമല്ല, പിന്നെ ബോധ്യപ്പെടാം ഉടമ എല്ലാം ആണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതങ്ങട്ട് ഓർക്കണം. അപ്പോൾ ബലപ്പെട്ട നിസ്കാരമായി. ആ നിസ്കാരത്തിന് കനണ്ടോ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമി പറയാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതങ്ങോട്ട് കോർക്കണം. അടിമക്കുടമയെ ആവശ്യമുണ്ടാവുക, അടിമക്ക് ഉടമയെ ആവശ്യമുണ്ടാവുക, അടിമക്ക് അടിമയെ തിരിച്ചറിയുക, ഉടമയെ തിരിച്ചറിയുക. ഇതിനെന്താ പറയാ? ഇത് മാറ്റി വെച്ചാലോ? ഇത് മാറ്റി വെച്ചാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബികൾ പേടിച്ചു. സ്വഹാബികൾ പേടിച്ചു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ. കാരണം നിസ്കരിച്ചവർക്ക്
നരകാണ്. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അതാരുടെ മുനാഫിഖ്? ആ നിസ്കാരാണ്. ഒന്നിന്റെ കൂടെ വരി, 5 മിനിറ്റ് കൊണ്ട് തോല് പൊളി. 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തലേക്ക് 5 മിനിറ്റ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഈസി ആയിരുന്നാ മനസ്സിലാവൂല, 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്ന പലർക്കും നരകം. അള്ളാഹു കാക്കട്ടെ. ഈ ആയത്തിറങ്ങിയപ്പോൾ പുണ്യ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. ഖാലഹാ സലാസ. 3 വട്ടം ഹബീബാ നബി പറഞ്ഞു, ഇത് മുനാഫിഖ് നിസ്കാരം. നിങ്ങൾ പേടിക്കണം, മുനാഫിഖ് നിസ്കാരം. ഓഹോ ഹോ ഹോ. ആരാ മുനാഫിഖ്? മുനാഫിഖ് ആരാ? ഉടമക്കാരന് ആവശ്യമില്ലാത്ത, അടിമയാണ് മുനാഫിഖ്. അപ്പോൾ അവന്റെ നിസ്കാരത്തിൽ എന്തുണ്ടാവില്ല? ഈ ഒരു ആവശ്യം ഉണ്ടാവില്ല, അഥവാ അതുകൊണ്ട് ആ നിസ്കാരം കഥകളി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ കഥകളി? നിൽക്കുക, ഇരിക്കുക. നിസ്കാരം എന്താ? ദുആ മാറ്റിച്ചാൽ അതും അങ്ങനെ തന്നെ. നിങ്ങൾ ഇവിടെ ഉണ്ടാ ഒന്ന് പറയും, എന്താ മനുഷ്യന്മാരെ ചിന്തിക്ക്. കഥകളിക്കാർക്ക് നരകമാണ് എന്നൊരായത്തില്ല, നിസ്കാരക്കാർക്ക് നരകമാണ് എന്നായത്ത് പറയണ കുട്ടി. കഥകളിന്ന് കഥയെങ്കിലും തിരിയും, ഇന്ന് ഒരു കഥയും തിരിയില്ല. താരക്ക് കേറ്റ് അടിസ്ഥാനം എന്തും സക്കാത്ത്, സദഖ, സക്കാത്ത്. എന്താണ് ഇതിന്റെ ബേസ്? ഫഅമ്മാ മൻ അതാ വദദ, ഫഅമ്മാ മൻ അതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഫഅമ്മാ മൻ അതാ, നൽകിയാൽ അത് കർമ്മമാണ്. വത്തഖ അത് ശർത്താണ്. വസദ്ദഖ ബിൽ ഹുസ്ന ദുആയാണ്. ഫസനുയസ്സിറുഹു ബിൽ യുസ്റാ ലാഭം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖലാസ്. ഫഅമ്മാ ഓത് ന്റെ കൂടെ വെറുതെ കൊടുത്തിട്ട് ഒരു കാര്യമല്ല. 100 കോടി ഉറുപ്പിക കൊടുത്തിട്ട് 100 പൈസ റെക്കോർഡിൽ ഉണ്ടാവില്ല. എന്നാൽ ഒരാൾ 1 ഉറുപ്പിക കൊടുത്തു, ഒരുത്തൻ കൊടുത്തത് കണ്ടപ്പോൾ കൊതിച്ചുപോയി. എന്നാൽ റെക്കോർഡിലുണ്ട്. വറഗ്ബത്തുൻ ഫിൽ ഖൈരി ഖൈറുൻ, നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. മുത്ത് മുഹമ്മദ് ഈസി ആയിരിക്കുന്നു തലക്കേറ്റം. 100 കോടി ഉറുപ്പിക കൊടുത്തു വലിയ മുതലാളി കൊടുത്തോട്ടെ. ഈ നെട്ടിച്ചാടുന്ന എന്തിനാ? മുതലാളിയുടെ വാപ്പാന്റെ കൊടുക്കല്ല, അള്ളാന്റെ മുതൽ കൊടുക്കല്ലേ. മുതലാളി കൊടുത്തിന് ഈ എന്തിനാണോ നെട്ടിച്ചാടുന്ന്? രാമന് ജലദോഷം പിടിച്ചാൽ കേലൻ ഗുളിക കുടിക്കുന്നത് എന്തിന്? മുതലാളി പണം കൊടുക്കുമ്പോഴത്തേന് ഈ ജലവും മൂക്കിലും കണ്ണിലും ആകെ പാഞ്ഞ് ബേജാറാവുന്നത് എന്തിന്? ഇവിടെ മുതലാളി എന്നൊരാളില്ല, മുതലാളി റബ്ബാണ്. അവൻ കൊടുത്തത് കൊടുക്കാണ്. ചില ആളുകൾ പിന്നതിന്റെ പിന്നിലെന്താ നിയത്ത്? പിന്നിലെന്താ നിയത്ത്? സാധാരണ നമ്മൾ ഈ പള്ളിയിലൊക്കെ റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്ന ടൈം ഇങ്ങനെ എത്ര പോന്നൊരു കാറിൽ അച്ചടിച്ചിട്ട് തുണിഷാപ്പേര് പിന്നെ ഇങ്ങനത്തെ ചില പീഡക്കാരൊക്കെ പള്ളിക്ക് കൊടുക്കാറുണ്ട്. സാധാരണ ഞാൻ കാണും. പക്ഷെ അതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നോമ്പിന് നിസ്കാരത്തിന് കണക്കാക്കാം. മറ്റേ ഭാഗത്ത് പോലെ പരസ്യം പുറത്തു പറയണ്ട. അതെന്തിനെ കൊടുത്തു? എന്തിനു കൊടുത്തു? നിങ്ങളെന്താ നിങ്ങളൊക്കെ പീഡിയക്കാരാണ്? നിങ്ങളെന്താ കണ്ണെടുത്ത് പേടിപ്പിക്കണം? നിങ്ങളൊക്കെ അതിനങ്ങ് കൂലി ഉണ്ടാവും. നീയത്തെന്നായാലും ഉണ്ടാവും. തുണിക്കച്ചവടം നടക്കും.
കൊടുക്കണ്ട 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 ആവശ്യം തന്നെയല്ല. കൊടുത്താലോട് കിട്ടൂല. കൊടുത്താ സ്വർഗം കിട്ടുന്ന നുണ പറയാ. കൊടുത്താൽ ഒരു സ്വർഗം കിട്ടൂല, കൊടുത്തിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടും ചെയ്യും. ഒരുത്തൻ കൊടുത്തു, ഒരു നല്ല നീയത്തില്ല, കിട്ടൂല. ഒരുത്തൻ കൊടുത്തില്ല. പക്ഷേ ഒരാളിങ്ങനെ കൊടുക്കണ്ടപ്പോൾ വേറൊരാൾ മനസ്സിൽ കുറിച്ച് പഠിച്ചു, എന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നല്ലോ. 100 കോടി കൊടുത്തവൻ ഒന്നും ഉണ്ടാവില്ല, 100 പൈസ കൊടുക്കാത്തവൻ പറയടാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞു പഴയ കാലത്ത്. എന്നതാ ഇതൊക്കെ ഒരു കളിയാണ്. ഇതിന്റെ ഉള്ളിലാ കാര്യം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. إعطاء كرم واتقى شرط وصدق بالحسنى. ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന ഉൾപ്രേരണ, അത് ദുആയ. ലാഭമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അസ്സലാത്തു വദ്ദുആഉ. അസ്സലാത്തു വദ്ദുആഉ, നിസ്കാരം പ്രാർത്ഥനയാണ്, ദുആയാണ്. പിന്നെ സക്കാത്ത് ദുആയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഹജ്ജിനെ പറ്റി പറയാം. ഫഇദാ ഖളൈതും മനാസികകും, ഉറങ്ങല്ല, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കസീറൻ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. فإذا قضيتم مناسككم, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ പോലും ദുആ നിർത്തരുത്. ഫദ്കുറുല്ലാഹ കസീറാ, ദുആ എമ്പാടും ചെയ്തു കൊള്ളണം. ഇവിടെ ദിക്റിന് ഞാൻ ദുആനാണ് വായന കൊടുത്തത്. അതെന്റെ ഇവിടെ ദുആന്റെ സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ദിക്റിന്റെ സാമ്പിൾ ദുആയായിട്ടാണ് കാണിച്ചത്. മനസ്സിലായില്ല? അതിന്റെ കൂടെ വരി. മനസ്സിലായില്ലേ? ഫഇദാ ഖളൈതും മനാസികകും, ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ പോലും എന്ത് മുടക്കരുത്. പറ ഹജ്ജന്ന ദുആയാണ്. അൽ ഹജ്ജു അൽ ഖസ്ദു അൽ ഖസ്ദു അദ്ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാൽ പോലും ദുആയാണ് മർമ്മം. ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞാലും ദുആ കഴിയരുത്. അവസാനത്തെ ഫ്ലൈറ്റിലാണ് പോയി, ആദ്യത്തെ ഫ്ലൈറ്റിൽ നിന്നും മടങ്ങിയെന്നപ്പോൾ പത്രത്തിൽ പിറ്റേന്ന് വന്നതുകൊണ്ട് ഹജ്ജിയായി തീരില്ല. ഇവിടെ ചന്ദ്രികയിലും മാധ്യമത്തിലും ഹജ്ജിയാവും. പുറത്തു പറയണ്ട, എവിടെ ഹജ്ജിയാവൂല. പറയും മനുഷ്യന്മാരെ, അള്ളാന്റെ അടുക്കൽ ഹജ്ജിയാവണമെങ്കിൽ വലിയ പണിയാണ്. എന്റെ നാട്ടിൽ കുഞ്ഞൽ വ്യാക്ക എന്നൊരാളുണ്ട്. ഉപരിമരിച്ചു. അള്ളാഹു, എന്റെ കുട്ടിക്കാലത്ത് ഹജ്ജിന് പോകാൻ വലിയ കൊതിയായിരുന്നു. കുഞ്ഞൽ വ്യാക്കാക്ക് കൊതിച്ചു കുഞ്ഞൽ വ്യാക്ക ഹജ്ജിന് പോകാതെ മരിച്ചു. ഹജ്ജ് മാസമായ കുഞ്ഞൽ വ്യാക്ക കാര്യമോ എനിക്കറിയാം. അത് എത്രയോ എനിക്ക് അനുഭവമുള്ള സംഗതിയാണ്. അക്കാലത്തൊന്നും ഇന്നത്തെ പോലെ KMCCയോ മറ്റോ സൗകര്യങ്ങളോ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും തൊഴിൽ കയറ്റിവിടായിരുന്നു. നമുക്കൊക്കെ ഒരു 4 ആളോട് പറയുമ്പോഴത്തിന് ഒരു പരിഗണിക്കാവുന്ന സമയം റബ്ബിന്റെ സഹായത്താൽ ആവുന്നതിന് മുമ്പ് കുഞ്ഞൽ വ്യാക്ക മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ ഒരു ധാരണയിൽ ഒരു 1985 ഹജ്ജിന്റെ പ്രതിഫലം കുഞ്ഞൽ വ്യാക്ക കിട്ടിയിട്ടുണ്ടാവും. കാരണം അൽ ഹജ്ജു അൽ ഖസ്ദു, ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. അദ്ദേഹം എന്തായിട്ടുണ്ട്? എന്തായിട്ടുണ്ട്? നിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചെനിക്കൊന്ന് കരയാൻ, റബ്ബേ നിന്റെ അറഫയിൽ നിന്നിട്ടൊന്ന് പൊട്ടിക്കരയാൻ, റബ്ബേ ജംറയുടെ അടുക്കൽ പോയി മുത്തിനെ പിച്ച് ചെയ്തതുപോലെ ദുആ ചെയ്യാൻ ആഗ്രഹിച്ചു. ചെയ്യാൻ കഴിഞ്ഞില്ല. ഹജ്ജിന്റെ കൂലി ഉണ്ടാവും.
അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. فإذا قضيتم مناسككم فاذكروا الله كثيرا كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا فما له في الآخرة من خلاق ومنهم من يقول ربنا آتنا ربنا آتنا في الدنيا حسنة وقنا عذاب النار. ഈ ദുആ എന്ന് പറഞ്ഞാൽ അബ്ദിൽ സദാ സമയം ഉണ്ടാവുന്നതാണ്. ഇബാദത്തിന്റെ വരുമ്പോഴോ ഇബാദത്തിന്റെ ഉള്ളിൽ കയറി നിൽക്കും. അപ്പോഴാണ് ഇബാദത്തിന് കാരണം. ഈ ഇബാദത്ത് ഇല്ലെങ്കിലോ നിസ്കാരം ഇല്ലെങ്കിലും അബ്ദ് ദുആയായിരിക്കും. എപ്പോഴും അബ്ദ് ദുആയിലായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ഖുലൂബു അർബഅ, ഹൃദയം 4 ജാതിയാണ്. ഒന്ന് ഖൽബുൽ ആയിസി, ഒന്ന് നിരാശ ബാധിച്ചവന്റെ ഹൃദയമാണ്. വഹുവ ഖൽബുൽ കാഫിരി, അത് കാഫിറിന്റെ ഹൃദയമാണ്. അവൻ അല്ലാഹുവിനെ ആവശ്യമേ ഇല്ല. അല്ലാഹു കാക്കട്ടെ. 2 ഖൽബുൽ മഖ്ഫൂലി, പൂട്ടപ്പെട്ട ഹൃദയമാണ്. പൂട്ടിയതാ, ഒന്നും കിട്ടില്ല, ഒന്നങ്ങോട്ടും ഇല്ല, ഒന്നും കിട്ടില്ല. വഹുവ ഖൽബുൽ മുനാഫിഖി, അത് മുനാഫിഖിന്റെ ഹൃദയമാണ്. 3 ഖൽബുൽ മുത്മഇന്നി, അല്ലാഹുവിന്റെ ദിക്റിൽ ശാന്തത ലഭിക്കുന്ന ഹൃദയമാണ്. വഹുവ ഖൽബുൽ മുഅ്മിനി, അത് മുഅ്മിനിന്റെ ഹൃദയമാണ്. 4 ഖൽബുൽ സലീം, അത് സലീമുൻ മിൻ ഹവായിജിദ് ദുനിയ വ ഹവായിജിൽ ആഖിറ, ദുനിയാവും വേണ്ട ആഖിറവും വേണ്ട. ഹാജത്തൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യപ്പെട്ട് നിൽക്കുന്ന മന്റെ ഹൃദയമാണ്. അതാണ് ഖൽബുൽ സലീം. അത് ഖൽബുൽ ആരിഫി, ആരിഫിന്റെ ഹൃദയമാണ്. ആരിഫിന് ഒരാവശ്യമില്ല. ആരെ മാത്രമേ ആവശ്യമുള്ളൂ? ഒന്ന് പറയേ. അതുകൊണ്ട് ആവശ്യമില്ലാത്തവനൊരു ആവശ്യം പറഞ്ഞാൽ അവൻ എപ്പോഴും ആവശ്യ ആരെ? അള്ളാനെ. എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ അള്ളാഹു അപ്പം നടത്തി കൊടുക്കും. ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാൽ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ? 5 2 മനസ്സിലായില്ല? നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച ഒരു അമല് നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്ത് ചെയ്തു എന്നറിയാൻ നിർബന്ധം പറഞ്ഞു. നിർബന്ധം പറഞ്ഞിട്ട് 2 ഇളവുകൾ പറഞ്ഞു. ഈ നിർബന്ധത്തിന്മേൽ ഇളവ് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ല ഉഷാറിലല്ലേ? ഇപ്പോൾ മനസ്സിലാവും, ഇപ്പോൾ മനസ്സിലാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാര്യം മർമ്മം മനസ്സിലാക്കിക്കൊള്ളുക. ഇബാദത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ദുആയാണ്. ദുആ തന്നെ. നിസ്കാരം മുഴുവനും ദുആയാണ്, സക്കാത്ത് ദുആയാണ്, ഹജ്ജ് ദുആയാണ്, നോമ്പും ദുആയാണ്. നോമ്പിലെ കർമ്മം എന്ന് പറഞ്ഞാൽ ദുആയാണ്. ദുആ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അല്ലാഹുവിന് അടിമയോട് ഉള്ള ആവശ്യമല്ല. അടിമക്ക് അടിമക്ക് ഉടമയോടുള്ള ആവശ്യമാണ്. നോമ്പ് ഉടമക്ക് അടിമയിലേക്കുള്ള ആവശ്യമാണ്. ദുആയോ? ഒന്ന് പറയും. നോമ്പ് എന്നാൽ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ആരുടെ ആവശ്യമാണ്? ഇത് ഉടമക്കാരന്റെ ആവശ്യമാണ്. ഉടമക്കാരൻ ഖനിയുമാണ്. അതുകൊണ്ട് തന്നെ പ്രയാസമുള്ളവരെ ഉടമക്കാരൻ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉടമക്കാരന് അടിമയുടെ ഒരു പണിയും ആവശ്യമില്ല. എന്നാൽ ദുആ അങ്ങനെയല്ല. ദുആ അടിമക്ക് ഉടമക്കാരനിലേക്കുള്ള ആവശ്യമാണ്. അടിമ ഫഖീറായതുകൊണ്ട് സദാ നേരവും അടിമയിൽ ദുആ ഉണ്ടാവും. സത്യത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നോമ്പിന്റെ മർമ്മം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതന്നെ
ആ നോമ്പ് ഇപ്പൊ ഇല്ല. ഇപ്പൊ നിസ്കാര ശേഷം ഇത് നമ്മൾ 3 വട്ടം ചെല്ലൽ രീതിയാക്കിയത് കൊണ്ട് അത് ചെല്ലിപ്പോരുന്നുണ്ട് മാത്രം. ശരിയാണോ അല്ലേ? പറയും മനുഷ്യന്മാര്, ശരിയാണോ അല്ലേ? ഇത് ഖുർആനിലെ ആയത്ത് ദുആയാണ്. ഏത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇനി ഖരീബ്. എന്തിനാണ് ഈ ആയത്ത് ദുആ ഈ റമളാനിൽ കൊടുത്തെന്നറിയോ? റമളാൻ എന്ന് പറഞ്ഞാൽ ഈ വിചാരിച്ചതല്ല, അതിന്റെ മർമ്മം ദുആക്ക് വേണ്ടി അല്ലാഹു തആല ഒരു മാസം ഉണ്ടാക്കി തരും. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നാൽ ദുആ വേറെ കാലത്ത് ദുആ ചെയ്തൂടെ? ദുആ ചെയ്യാം. ഖുർആൻ പോലെ ഖുർആൻ ഏത് മാസത്തിൽ ഓടാലോ. പക്ഷെ ഖുർആന് വേണ്ടി മാത്രമാണ് എന്ത്? റമളാൻ. മൊബൈൽ ഓഫ് ചെയ്യണേ. വളരെ ശ്രമകരമായ ഇത് മനസ്സിലാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശരി, ഇത് നോക്ക് നിങ്ങൾ. ഞങ്ങളോട് തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് അള്ളാഹു പറഞ്ഞു. ഖുർആൻ ഓടണം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഓടേണ്ടത് അബ്ദിന്റെ ആവശ്യമാണ്, ആരുടെ ആവശ്യമല്ല, അള്ളാന്റെ ആവശ്യമല്ല. ദ്വാരക്കണ്ടോ? ദ്വാരക്കെന്ന് പറഞ്ഞില്ല. ഒന്ന് പറയും മനുഷ്യന്മാരെ, അടിമകൾ ആരെങ്കിലും എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തുണ്ട്. അന്വേഷിക്കണം എന്ന് എനിക്കില്ല. അന്വേഷിക്കേണ്ടത് അടിമയുടെ ബാധ്യത. എനിക്കവൻ അന്വേഷിച്ചോളണമെന്ന് ഇല്ല. ഞാൻ വലിയ, ഞാൻ മൊലാളിയാ, ഞാൻ ആരും അന്വേഷിക്കണം. അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തുണ്ടാവും, അടിമയുടെ അടുത്തുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഖുർആൻ ഇതിന്റെ നേരെ മുമ്പിൽ ഒന്ന് മൊബൈൽ ഓഫാക്കി മൊലാളിമാരെ, എന്റെ പൊന്നാര മൊലാളിമാരെ, ഒന്ന് മൊബൈൽ ഓഫാക്കി. പക്ഷേ എത്ര വലിയ കച്ചവടമൊന്നും കൊപ്പത്തുള്ളത് ഞാൻ അറിയില്ലല്ലോ റബ്ബേ. അല്ല, ഫുൾ ടൈം കച്ചവടക്കാരൊന്നും ഇവിടെ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഒരു ലേശം നേരത്തെ ഒന്ന് ഓഫാക്കി മനുഷ്യന്മാര്. നിങ്ങളെ വരണ്ട മുസ്തഫ, ഞാൻ നിങ്ങളെ പേര് എവിടെയാണ്? വല്ലപ്പോഴ അല്ലേ? എന്റെ പേര് വല്ലപ്പോഴാണ്. ഞാനിപ്പോ എങ്ങനെ വല്ലപ്പോഴ വന്നെന്ന് വെക്കുക? അങ്ങനെ നമ്മൾ തമ്മിൽ ലോകി ഉണ്ട് ലോകിയൊന്നുമില്ല. അങ്ങനെ വല്ലപ്പോഴ വന്നിട്ട് ഞാൻ കുടുങ്ങിപ്പോയി. 10 പൈസ കയ്യിലില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ പരിചയപ്പെട്ട ഒരു ചെറിയ പരിചയമുള്ളൂ, വലിയ പരിചയമൊന്നും ഇല്ല. എന്നാലും ഒരു മുസ്തഫ ഉണ്ടല്ലോ. ഒന്ന് തന്നെ വന്നിരുന്ന സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഓന് ലേശം നമ്മളോടൊരു ഉറപ്പുണ്ടാവും. നമ്മൾ ഉറപ്പില്ലെങ്കിലോ എന്തെങ്കിലും ഇയാള് വല്ല തെറ്റും പറയുന്നുണ്ടോ നോക്കി പിടിക്കാൻ വേണ്ടിട്ട് നേരെ ക്യാബിന്റെ ചോട്ടിൽ ഇങ്ങനെ കണ്ണാട്ടിയിരിക്കുക ചെയ്യാ. ഇത് മൊബൈൽ ഒന്നോട്ട് കാണുന്നില്ല. മുന്നിൽ വന്നിരുന്നാൽ ഒരു നിരുപദ്രവകാരിയായ മുസ്തഫയാണ് എന്ന് അന്നേ മനസ്സിലായതുകൊണ്ട് വല്ലപ്പോഴും ചെന്നപ്പോ ഞാനൊരു 1000 രൂപ കുടുങ്ങിപ്പോയി എന്ന് വെക്കൂ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, പണ്ടത്തെ നമ്മളെ മുസ്തഫ ഉണ്ടല്ലോ, മുസ്തഫാനെ സമീപിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മുസ്തഫാനെ അന്വേഷിച്ചു, മുസ്തഫാനെ കണ്ടു, മുസ്തഫാനെ വരി പോയി മുസ്തഫാന്റെ അടുത്ത് എന്നാൽ ഞാൻ എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും. അറബികളാണെങ്കിൽ പറയും കൈഫൽ ഹാൽ. പറയ്, എന്തൊക്കെ വർത്താനം, എത്ര കാലായി കണ്ടിട്ട്, എന്താ കുട്ടികളൊക്കെ വർത്താനം? ഞാൻ ഇവിടെ വന്നതാ, അപ്പൊ എന്നെയും കൂടി ഒന്ന് കാണാന്ന്. നല്ല നല്ല വർത്താനങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് ആവശ്യപ്പെടാം. ആദ്യം ഞാനും തമ്മിൽ അവനും തമ്മിൽ എന്ത് നടക്കണം? പറയും മനുഷ്യന്മാരെ, വർത്താനം പറയൽ നടന്നാലേ ആവശ്യപ്പെടുന്ന രൂപം ആവശ്യപ്പെടുന്നത് കിട്ടുള്ളൂ. മുസ്തഫ, കുട്ടികളെ കാര്യം എന്ത്? അല്ലെ എത്ര കുട്ടികളുണ്ട്? മൂത്ത കുട്ടിയെ കെട്ടിച്ചോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരിക്കും തോന്നി എന്ത്? ഖാസിമി നമ്മളുടെ എത്ര മൂല്യന്മാരെ കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മളോട് ബന്ധം പുതുക്കിയ ഒരു മൂല്യമില്ലെത്താൻ അതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് നല്ലത് വെച്ചു കൊടുത്തു. 1000 രൂപന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ വന്നപ്പോ. അത് സാരല്ല ഉസ്താദേ, നിങ്ങൾക്ക് വത്തക്ക ജ്യൂസാണോ? പൈസ
പൈസന്റെ കാര്യങ്ങൾ ബേജാറാകേ വേണ്ട. അത് നിങ്ങളെ അതൊന്നും നിങ്ങൾ എന്നോട് കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും വേണ്ട ഉസ്താദേ, നിങ്ങൾ ബേജാറാണ്ട. ജ്യൂസൊക്കെ കുടിച്ച് പൈസയൊക്കെ പോക്കറ്റിലിട്ട് തന്നെ നേരെ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായോ? 185 ആയത്ത് എന്താണെന്നറിയോ? അടിമക്ക് ഉടമയോട് വർത്താനം പറയാനുള്ള ഒരു ചാൻസ് 186 ആവശ്യം പറയും. ആദ്യം അടിമ ഉടമയോടൊന്ന് മിണ്ടണം. അടിമ ഉടമയോട് മിണ്ടാനുള്ള പരിപാടിയാണ് ഇത്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അടിമ ഉടമയോട് വർത്തമാനം പറയും, ഉടമ അടിമയോട് വർത്തമാനം. അപ്പൊ അടിമയും ഉടമയും എന്തിലാവും? നല്ല ബന്ധത്തിലോ. പിന്നെ അടിമക്ക് എന്ത് ചെയ്യാം? അടിമക്ക് എന്ത് ചെയ്യാം? ആവശ്യം പറയാം, എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഉടമ ഉടനെ എന്ത് ചെയ്യും? പറഞ്ഞത് മനസ്സിലായോ? നോമ്പോ നോമ്പ് ആവശ്യമൊന്നുമില്ല. കുടുങ്ങിയാലും കൂടി കേട്ട് പോയാൽ മതി. എനിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു പണ്ടൊരാള് ചന്തയെന്ന് വന്ന ഒരു മൂരിയെ വയ്യുന്ന ആർക്കോ കിട്ടി. അപ്പോൾ ഇപ്പം പറഞ്ഞ് എനിക്കൊരു കയറ് കിട്ടാം. മൂലിയനോട് ചോദിച്ചു, ഇത് നമ്മൾ നാക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു കാലം വിളിച്ചു പറഞ്ഞ നടക്കണം, എനിക്കങ്ങനെ മൂലിയെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ നമ്മക്ക് സ്വന്താക്കണമെങ്കിൽ എന്താ അതിന്റെ ഫിക്ർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ലുക്കത്തിന്റെ മസല അങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നത്. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞു? നമുക്കൊരു കയറ് കിട്ടിയിട്ടുണ്ടോ അതിന്റെ തലക്കിലൊരു മൂലിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നോമ്പ് ഒരു പ്രശ്നേല്ല. എന്തുണ്ടെങ്കിൽ ഇളവ് അനുവദിക്കാനുള്ള സാഹചര്യം നിനക്ക് ഉണ്ടെങ്കിൽ. കാരണം അത് ആരുടെ ആവശ്യമാണ്? മുതലാളിന്റെ ആവശ്യമാണ്. മുതലാളിക്ക് ഈ പട്ടി നടക്കേണ്ട ആവശ്യം ഇല്ല. നിനക്ക് മുതലാളിയിലേക്കുള്ള ആവശ്യമാണ്. അതാണ് വീണാൽ എന്റെ കഥയാണ്. രാവും പകലും ദ്വാരക്കാനുള്ള മാസമാണ് എന്ത്? റമദാന്. അല്ലാഹു അതന്നെ പട്ടിണി ഒരു പ്രശ്നം തന്നെ. തറാവീഹ് രാത്രിയാണ്, പട്ടിണി പകലാണ്. ദ്വായോ ഒന്ന് പറയും മനുഷ്യന്മാരെ, അതിന് രാവില്ല, അതിന് പകലും. മർമ്മം എന്താണ്? മനസ്സിലായോ നിങ്ങള്? അതിന് ദ്വാരക്കണമെങ്കിൽ ആദ്യം അടിമയിൽ കുറ്റവാളിയാന്ന് സമ്മതിക്കണം. അടിമക്ക് മനസ്സിലാക്കണം ഞാൻ ആരാണ്. ജഡ്ജ്മെന്റിന്റെ തലേ ദിവസം, കോടതിന്റെ തലേ ദിവസം ഒരാള് ജഡ്ജിയുടെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്ത് ഇവൻ കുറ്റവാളിയും ആയിരിക്കും. മിക്കവാറും അത് ലാസ്റ്റ് കോടതിയും ആയിരിക്കും. മനസ്സിലായില്ല? തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലോക്കപ്പിലിടാനോ ദൈവപര്യത്തിനോ സാധ്യത ഉള്ള ഒരാളായതുകൊണ്ടാണ് ആരന്വേഷിക്കുന്നത്. അതന്നെ കുറ്റവാളിയാണ്. കുറ്റവാളി ജഡ്ജിയെ കണ്ടിട്ട് കുറ്റവാളിക്ക് ഒരു കാര്യം ഉറപ്പാ, കുറ്റവാളി എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കി കൊടുക്കാൻ ആർക്കും കഴിയും? ഇവർ തമ്മിൽ ഒരു കൈക്കൂലി കൊടുത്ത് യോജിക്കുക. മനസ്സിലായില്ല? കുറ്റവാളി അതിനാദ്യം എന്ത് ചെയ്യണം? കുറ്റവാളി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് സമ്മതിക്കാം, മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഉടമക്കാരനായ ജഡ്ജിയെ അന്വേഷിക്കാം. ഉടമക്കാരന് ഏറ്റവും തീർപ്പതി ഉള്ളത് ഉടമക്കാരന്റെ കലാമാണ്. അങ്ങനെ പാരായണം ചെയ്യാം. എന്നിട്ട് പറയാം കുറ്റൊക്കെ ഞാൻ എമ്പാടും ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കി. അടിമ ആരാകണം? പറയും മനുഷ്യന്മാരെ, കുറ്റവാളിയാകണം. നോമ്പ് നോറ്റാൽ ഓരോ ദിവസം നന്നാവൂല, ഓരോ ദിവസവും നാശവും. പുറത്തു പറയണ്ട. ഇത്തരം മനുഷ്യനെ നാശാക്കുന്ന ഒരു അമല് വേണം. ഓരോ ദിവസവും നാശം. ഒന്നാമത്തെ 10 നന്നാൻ ദേശം സുഖമുള്ള 10. എന്താ ഒന്നാമത്തെ 10? ദുആ. അല്ലാഹുമ്മ റഹ്മനി. അത് ഇബ്ലീസ് വരെ ആവശ്യപ്പെട്ടതാ, റഹ്മത്ത് വേണം. അപ്പൊ മുഅ്മിനാണോ മുഅ്മിനല്ലേന്ന് തിരിഞ്ഞില്ല എന്ന് പടച്ചോനെ റഹ്മാനെ ഒന്ന് പറയും മനുഷ്യന്മാരെ. ആദ്യത്തെ 10 ഇവൻ ആദമിന്റെ ആളാന്നും തിരിഞ്ഞില്ല,
ഇബ്ലീസിന്റെ ആളാണ് തിന്നെ. കാരണം റഹ്മത്ത് ആദമും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറയും മനുഷ്യന്മാരെ ഈ ഇബ്ലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പത്ത്. രണ്ടാമത്തെ പത്തോ ഉറപ്പാണ് ആദമിന്റെ ആളാണ്. കാരണം കുറ്റവാളിയായി നാശായി. ഒന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മർഹംനി ഔങ്യം പുറത്തിയാടിയില്ല. ഒന്നാമത്തെ പത്തിൽ ഔങ്യം പുറത്തിയാടിയില്ല. രണ്ടാമത്തെ പത്തിൽ എന്ത് പറഞ്ഞു? അല്ലാഹുവേ ഞാൻ കുറ്റവാളിയാണ്, എനിക്ക് ദോഷം പൊറുക്കണമേ. മൂന്നാമത്തെ പത്തിലോ ഒന്നാമത്തെ പത്തിൽ തിരിഞ്ഞില്ല, രണ്ടാമത്തെ പത്തിൽ തിരിഞ്ഞു. എന്താണ്? കുറ്റവാളിയാണ്. മൂന്നാമത്തെ പത്തിലോ കുറ്റവാളിയല്ല, വിധി പ്രസ്താവന കഴിഞ്ഞ് ഞാനിവിടുന്ന് എണീറ്റാ നന്നായി വരൂല. മൂന്നാമത്തെ പത്തിൽ എവിടെ? ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്ക്. അപ്പൊ ഞാൻ എവിടെ? പറ്റനാശല്ലോ. പറഞ്ഞത് മനസ്സിലായോ? ഒന്നാമത്തെ പത്തിലോ? ഒന്നാമത്തെ പത്തിൽ നല്ല മാന്യത ഉള്ള വർത്താനം. എന്ത്? ഒന്ന് പറയട കുട്ടി. നല്ലോനാണ് തിരിഞ്ഞില്ല, കുറ്റവാളിയാണ്. രണ്ടാമത്തെ പത്തിലോ കുറ്റവാളിയായി. മൂന്നാമത്തെ പത്തിലെത്തിയപ്പോ വിധി പ്രസ്താവന കഴിഞ്ഞ് കോടതി പിരിഞ്ഞ് ഇനി അപ്പീലേ ഉള്ളൂ. എന്ത്? ഒന്ന് പറ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. ഞാനിപ്പോ നരകത്തിലാ. അല്ലാഹ് ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറയുമ്പോ എവിടെയോ എന്തേ അതിന് അമേരിക്കയിൽ പോയി പഠിക്കണം. നരകത്തിൽ നിന്നെ മോചിപ്പിക്ക് എന്ന് പറയുമ്പോൾ അടിമ എവിടെ ആവണം? നരകത്തിൽ. അവസാനം അപ്പീൽ തള്ളിയ പിന്നെ എന്തേ ഉള്ളൂ? അപ്പീലും തള്ളിയാൽ പിന്നെ പ്രസിഡന്റിനെ പ്രശംസിച്ച് കത്തെഴുത. എനിക്ക് ഒരു നിർവാഹമില്ല, എനിക്ക് വക്കീലിനെ വെച്ച് വാദിക്കാൻ ഒന്നുമില്ല, ഞാൻ കൊടും കുറ്റവാളിയാണ്. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ പ്രസിഡന്റാണ്. ഏത് സുപ്രീം കോടതിയുടെയും പുറത്ത് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. എന്നെ പരിഗണിക്കേ വേണ്ട, നിങ്ങളെ സ്ഥാനം പരിഗണിക്കും. അതാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ അപ്പീലും തള്ളിയ കുറ്റവാളിയാണ്. അവസാനം അതെന്നെ നോമ്പ് കഴിഞ്ഞു ചെയ്തു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാസം ഉദിക്കും. അപ്പൊ അല്ലാഹു അക്ബർ എന്നറിയും. അതെന്നെ എപ്പം മുഅ്മിനായി നല്ലോൻ സ്വർഗത്തിലുമായി. നല്ലോരെ കിടക്കുന്ന സ്ഥലമല്ല സ്വർഗം, മോശപ്പെട്ടോരെ കിടക്കുന്ന സ്ഥലമാണ്. നല്ലോർക്ക് നരകാണ്, മോശപ്പെട്ടവർക്ക് സ്വർഗമാണ്. നല്ലോരെവിടെ കിടക്കൂല? പറയും മനുഷ്യന്മാരെ, നല്ലോര് സ്വർഗത്തിൽ കിടക്കൂല, നല്ലോര് നരകത്തിലേ കിടക്കുള്ളൂ. നരകത്ത് കിടക്കണമെങ്കിൽ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ മോശമാണ്. ഇബ്ലീസ് ഒരു മൂത്താപ്പാനം കേട്ട പോലെയുള്ള ഇരിക്കുന്നത് മനുഷ്യന്മാർ. മൽഊനായ ഇബ്ലീസ് ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഭൂമിയിൽ ദുനിയാവിൽ രമിക്കുകയാണ് ഇബ്ലീസ്. അല്ലാഹു ആട്ടിയവനുമാണ് ഇബ്ലീസിന്, ആട്ടപ്പെട്ടവനാണ് ഇബ്ലീസ്. പക്ഷേ ഇന്ന് വരെ റബ്ബേ എനിക്ക് പുറത്തുകൊണ്ടാണ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവന്റെ ഭാഷയിൽ അവൻ നല്ലോനാണ്. സയ്യിദുനാ ആദം 1000 വർഷം ഭൂമിയിൽ ജീവിച്ചു. സയ്യിദുനാ ആദം ഓരോ ദിവസവും അനവധി തവണ ചൊല്ലിയ ദുആ അറാഫിൽ കാണാം. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1000 കൊല്ലം പറഞ്ഞത് റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളോട് അതിക്രമം ചെയ്തുവല്ലോ.
നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ കരുണ കാട്ടിയില്ലെങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. അപ്പോൾ ആദം കുറ്റവാളിയല്ല, പക്ഷെ എന്ത് സംഭവിച്ചു? കുറ്റം സംഭവിച്ചു. ഇബ്ലീസ് കുറ്റവാളിയാണ്, ഒന്നും കുറ്റോട്ട്. എന്തുകൊണ്ട്? അവന്റെ ഭാഷയിൽ നല്ലോനാണ്. നല്ലോർക്ക് സ്വയം നന്നാകുന്നവർക്ക് എന്തുണ്ടാവില്ല? സ്വർഗം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതന്നെ സ്വന്തത്തെ കണ്ടെത്തലാണ്. ഞാൻ എന്നെ കണ്ടെത്തുക, ഞാൻ ഉള്ളിലേക്ക് ഉള്ളി നോക്കിയിട്ട് എന്റെ കുറ്റം മുഴുവൻ ഞാനാണ് മനസ്സിലാക്കുക, എന്നിട്ട് അന്നത് വെളുപ്പിക്കുക. ആരുടെ മുന്നിൽ? അള്ളാഹുവിന്റെ മുന്നിൽ. ലോകത്തെ ഏറ്റവും നല്ല മഹാനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും 100 വട്ടം പറയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 75 കൊല്ലം മുമ്പ് എന്റെ നാട്ടിൽ ഞാന് 16 കൊല്ലമായി ഒത്തുപോകുന്ന മമ്പാട് മഹലിലേക്ക് 75 കൊല്ലം മുമ്പ് കണ്ണിയത്തിനെ കൊണ്ടുവന്നത്രേ വേനൽക്കാലം. അങ്ങനെ കണ്ണിയത്ത് വൈകുന്നേരം ഒരു നസീഹത്തൊക്കെ ചെയ്ത് എന്തിനാ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞത്രേ വെള്ളമില്ല കിണറ്റിലൊന്നും, അതുകൊണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങള് ദ്വാരക്കി. അപ്പൊ കണ്ണിയത്ത് പറഞ്ഞു വെള്ളം കിട്ടാനാണെങ്കിൽ കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. പിന്നെ കണ്ണിയത്തിനെ കൊണ്ടുവന്ന് കണ്ണിയത്ത് എന്നെ പറഞ്ഞു വെള്ളത്തിന് വേണ്ടിയിട്ടാണ് മഴക്ക് വേണ്ടി ദ്വാരക്കണം പറഞ്ഞു. ഇന്നും ദ്വാരക്കൂല. നാളെ ളുഹറിന്റെ നേരത്ത് നിങ്ങൾ നാക്കാലികളെയും കൊണ്ട് പള്ളിന്റെ മുന്നിലേക്ക് വരി, എന്നിട്ട് പാക്കാലികളൊക്കെ കെട്ടിയിട്ട് ളുഹർ ജമാഅത്തിന് വരി. ളുഹർ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കാം, എന്നാലും മഴ പെയ്തോളും, നമുക്ക് അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചാൽ ദ്വാരക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആ ദ്വായിൽ പങ്കെടുത്ത ആളെ ഞങ്ങൾ ആ ദ്വായിൽ പങ്കെടുത്ത് കണ്ടോരെ ഇന്നും മമ്പാടുണ്ടോ? ഏതോ വയസ്സത്തിലുണ്ടോ കണ്ടോരെ. ഞാൻ ഏതായാലും ആ ദ്വായിൽ പങ്കെടുത്തോരെ. അങ്ങനെ പിറ്റേന്ന് ആളുകൾ നാക്കാലിയാളെയും കൊണ്ട് ളുഹറിനോട് വന്നു. ളുഹർ ജമാഅത്തായി നിസ്കരിച്ചു. മമ്പാട് പള്ളിയുടെ മുന്നിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്കാണ് വന്നു. നാക്കാലിയാളെ കെട്ടി നടുക്കണ് വന്നിട്ട് കണ്ണിയത്ത് പറഞ്ഞു, അല്ലാ എന്നോട് വെള്ളം ചോദിക്കാനൊന്നും അഹമ്മദിന് അർഹതല്ല, അഹമ്മദ് കുറ്റവാളികളാണ്. അഹമ്മദിന്റെ ഒപ്പമുള്ളവരും കുറ്റവാളികളാണ്. പക്ഷേ ഈ സാധുക്കൾ നാക്കാലികളാണ്, അവര് നിരപരാധികളാണ്, അവർക്ക് വെള്ളം കൊടുക്കണേ, ഞങ്ങൾക്ക് കിട്ടണ്ടേ? റബ്ബേ ഞങ്ങൾ കുറ്റവാളികളാണ്, ഞങ്ങൾക്ക് മഴ ഉണ്ടാകും. കയ്യാണ്ട് പൊക്കി താഴ്ത്തിനു മുമ്പ് മഴ പെയ്തത് അല്ലാഹു സാക്ഷിയാണ്. അള്ളാഹ്ക്ക് വലിയ മെഹ്റാബിനെ മുന്നത്ത് റഹ്മത്തുള്ള പറയാം ഇതിൽ പങ്കെടുത്തവരാണ്. കാരണം അഹമ്മദിന്റെ ഭാഷയിൽ കുറ്റവാളിയാണ്. എന്നാൽ ജീവിതത്തിൽ കറാഹത്തിയാത്ത ആളാണ് അഹമ്മദ്. മനസ്സിലായോ? ഈ പറഞ്ഞ അഹമ്മദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പറത്തി. ഈ അഹമ്മദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് ആശുപത്രി കിടക്കേക്ക് കൊണ്ടുപോയപ്പോൾ വലഭാഗത്തേക്ക് തുപ്പണ്ടി വരുമെന്ന് പറഞ്ഞ് കട്ടിൽ മാറ്റിടിച്ച ആളാണ്. ആര്? രണ്ടാള് പിടിച്ചിക്കിടന്നായിരുന്നു. രണ്ടാൾക്ക് പിടിച്ച ഞാന് അറിയാതെ അങ്ങോട്ട് തുപ്പിപ്പോവും, വലഭാഗത്തേക്ക് തുപ്പിപ്പോവും, അതുകൊണ്ട് കട്ടിൽ മാറ്റിയിടണമെന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ അഹമ്മദ്. ആ അഹമ്മദ് അല്ലാഹു തആല അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. അത് തന്നെ ഒരു മനുഷ്യൻ നല്ലോനായാൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ ചെറുതാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നോമ്പുകാരാണ് എന്റെ പണി എന്താ? ചെറുതാവുക. നോമ്പുകാരാണ് എന്റെയും പണി എന്താ? ജീവിതത്തിൽ ചെയ്ത കുറ്റം അന്വേഷിക്കുക. വേറെ പണിയില്ലല്ലോ, തിന്നലില്ല, കുളിക്കാനില്ല, ആ നേരം കൂടിയിട്ട് പോയി. മനസ്സിലായില്ല? എന്താ പണി? അവനവൻ ജീവിതത്തിൽ ചെയ്ത കുറ്റം അന്വേഷിക്കുക. എന്നിട്ട് റബ്ബിനോട് പറയാ, ഇതാ ഒരു മാസം, ഇത് പുതുമാപ്പിന്റെ മാസമാണ്. ഈ മാസം ഖുർആനോടിയിട്ട് ആരൊക്കെ മാപ്പ് ചോദിച്ചാലും മാപ്പ് തരും. ഓതാൻ അറിയൂല, ഫാത്തിഹാനെ പെരുപ്പിച്ചോട്. പഴയ കാലം മുതലേ സാലിഹ്യങ്ങൾ ദുആർക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നിനക്കൊന്നും അറിയില്ലെങ്കിലും എന്തോരിക്കോ ഫാത്തിഹ.
ആയിരക്കണക്കിന് ഫാത്തിഹ ദിവസം ഓതുക. എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ പറയാം, റബ്ബേ ഞാൻ ഞാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുറ്റവാളികളുടെ മാസമാണ് എന്ത്? റമളാൻ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ അവനവന്റെ കൂറ്റങ്ങട്ട് അന്വേഷിക്കാൻ, അത് രാവും പകലും. അതാണ് വഇദാ സഅലക ഇബാദി അന്നി, എന്നെ എന്റെ അടിമകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നി ഖരീബ്, ഞാൻ അടുത്തു തന്നെ ഉണ്ടാവും. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ഇതാണ് എന്റെ വല്യമ്മാനെ ഓർമ്മണ്ട്. എന്റെ വല്യമ്മാക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പക്ഷേ വല്യമ്മ ചെറിയ ഒരു വണ്ടിയിലുണ്ടായിരുന്നു, വെള്ളുള്ളി പോലത്തെ തുളിക്കും. എന്റെ വല്യമ്മാനെ ഒരു ഓർമ്മയാണത്. വല്യമ്മാൻ എനിക്ക് കുറച്ച് നേരത്തെ മരിച്ചതാണ്. വല്യമ്മാൻ എനിക്ക് 2 ഓർമ്മയാണ്. ഒന്ന് കിണ്ടിയും കൊണ്ട് ഇങ്ങനെ കിണറ്റിലേക്ക് പോകുന്നൊരു ഓർമ്മയുണ്ട്. എന്തിന്? ഒന്നു കൊടുക്കാൻ. പിന്നെ വല്യമ്മാനെ പറ്റിയുള്ള എന്റെ ഒരു ഓർമ്മ, ഞങ്ങളെ അടുക്കളയുടെ പുറത്ത് തിണ്ടുണ്ടായിരുന്നു. ആ തിണ്ടിന്റെ അവിടെ പിന്നെ അമ്മായിയോ ഉമ്മയോ അവരാരെങ്കിലും കൊണ്ടുപോയിട്ട് ഉള്ളി വെള്ളുള്ളി ഒക്കെ കൊണ്ടുപോകും. അതൊക്കെ ഇങ്ങനെ തൊലിക്കണത് ഒരു ഓർമ്മ ഉണ്ട്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഇറച്ചി വാങ്ങാൻ എങ്ങനെ 10,000 പൈസ എടുത്ത് നാണയം എങ്ങനെ എണ്ണി തന്നൊരു ഓർമ്മ ഉണ്ട്. ഈ ഉള്ളിയൊക്കെ തൊലിക്കണ നേരത്തും വല്യമാന്റെ പരിപാടി എപ്പോഴും ഓർമ്മ ഉണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് റബ്ബിന് തഖ്ദീം ചെയ്തതാണ്. റബ്ബിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന വാക്കാണ്. ഏത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിന്റെ മുന്നിൽ കുറ്റവാളിയായി നിന്നതാണ്. അസ്അലുകൽ ജന്ന ആഗ്രഹം പറഞ്ഞതാണ്. വഅഊദു ബിക മിനൻ നാർ പേടി പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 7 കാര്യം ദുആ ചെയ്യുന്നവർക്കുണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1 അത്തളറു, പരമാവധി വിനയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങോട്ട് ഒതുങ്ങ തന്നെ. അത്തളറു, പരമാവധി വിനയം. 2 അർറജാ, പരമാവധി പ്രതീക്ഷ. വൽ ഖൗഫ്, പരമാവധി ഭയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിപ്പോൾ മനപ്പാടാക്കി വെക്കണം. ഈ 7 മനപ്പാടാക്കി വെക്കണം. ദുആ ചെയ്യണമെന്ന നിബന്ധനകൾ യഹ്യ അടക്കമുള്ള കിതാബുകളിൽ കാണാം. ദുആ ചെയ്യുന്നവർക്ക് 1 പരമാവധി വിനയം, 2 പരമാവധി അർറജാ, പരമാവധി പ്രതീക്ഷ. റബ്ബിനെ എന്നാൽ അതേ സമയത്ത് അൽ ഖൗഫ്, പേടി. മറ്റൊന്ന് അൽ മുദാവമ, നിത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും ചെയ്യന്നെ. പിന്നെയോ അൽ ഖുശൂ, അടിമയുടെ അടിമത്വം. അടിമത്വം തിരിയലാണ് ഖുശൂ. ഖൗഫും ഖുശൂഉം വ്യത്യാസമുണ്ട്. ഖൗഫ് പുറത്തുള്ള കാര്യത്തെ പേടിക്കലാണ്. ഖുശൂ അടിമത്വം തിരിയലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അടിമയാണ് തിരിയ. ഞാൻ എന്താ? അടിമയാണ് തിരിയ. പുതിയാപ്പിളയും പുതിയണ്ണും രണ്ടാളും നല്ല ഇങ്ങനെ ജീവിച്ചു പോകും. ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന് പുതിയാപ്പിള ദേഷ്യപ്പെടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 4 മൂപ്പരാട് ചൂടാവും. ചൂടായാൽ മൂപ്പത്തിയേര് മിണ്ടൂല. മൂപ്പര് 1 വട്ടം ചൂടായാൽ മൂപ്പത്തിയേര് 2 വട്ടം അങ്ങോട്ടും ചൂടായാൽ മിക്കവാറും അത് അല്ല എനിക്ക് പറയും. മനുഷ്യന്മാരെ മുന്നോട്ട് പോകും. മൂപ്പരാട് ചൂടാവും. അപ്പോൾ മൂപ്പത്തിയേര് ഒന്നോട്. അത് തിരിച്ചറിവാണ്. ഞാൻ ആരാണ്? ഒപ്പത്തേർക്ക് ഒരു ബുദ്ധി കൊടുക്കണം. പഠിച്ചോനെ, പെണ്ണുങ്ങളെ ബുദ്ധിയില്ലേ? ഭാര്യ തോന്നുന്നു എവിടെ കൊണ്ടുവച്ചിന്റെ കുപ്പായം എവിടെ അലക്കിയത് എവിടെയെന്ന് ഓർമ്മല്ല. ആരമാര് തന്നെ ഉണ്ട്. നമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ. നമ്മക്ക് നമ്മളെ മേലെ മാനേജർ വീട്ടിലില്ലാത്തോണ്ട് ചൂടാകാലോ. അങ്ങനെയാണ്. അവളല്ലോ ആ സാധു നേരത്തെ അലക്കി ഇസ്തിരിട്ടൊക്കെ വെച്ചിട്ടുണ്ട്.
എന്നാലും മൂപ്പത്തിന് എന്താവൂല, ഉണ്ടൂല. പിന്നെ അത് കൊണ്ട് എടുത്തു കൊടുക്കും. ഒക്കെ കഴിഞ്ഞ മൂപ്പര് എല്ലാം കഴിയുമ്പോ മൂപ്പരും നനച്ചെടുക്കും. അപ്പൊ അതിനേക്കാൾ എളുപ്പത്തിൽ ഇപ്പൊ എന്തായി എന്നറിയില്ലേ. ആ മഴ കുറച്ച് കഴിഞ്ഞാൽ കാറൊക്കെ പെയ്തു പോകുന്ന എനിക്ക് അറിയും ചെയ്യാന്ന് പറയും ലാസ്റ്റ്. എന്തുകൊണ്ടെന്നറിയോ? മൂപ്പത്തിക്ക് ഒരു ബോധമുണ്ട്. എന്ത്? ഞാന് ഭാര്യ ഭരിക്കാൻ നിന്ന് കൊടുക്കുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ. ചില പരി നേരെ എതിരായിട്ട് മനസ്സിലായില്ല. ഭാര്യ ഭരിക്കാൻ ഒതുങ്ങി കൊടുക്കുന്നവൻ, ഭർത്താവ് ഭരിക്കുന്നവൻ. എന്നാൽ അടിമത്വം അറിയലാണ്. ഞാൻ ഏതായാലും കുറ്റസാധനാണ്. ഞാൻ ആരാണ്? അടിമ. അല്ലാഹു അക്ബർ. ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു وعز ثناه هذه العباد إلى سناع عرفانه لولا التفضل ما اهتدوا لسناه ملك الملوك وحكمه في خلقه ماض فلا حكم يرى لسواه. سبحان الله. الله നന്നാക്കി തരട്ടെ. ملك الملوك وحكمه في خلقه ماض فلا حكم يرى لسواه. ഉച്ചക്ക് ശേഷം 1984 ഒരു ഉച്ചക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് ഉച്ചക്ക് ശേഷം വന്നിട്ട് തന്റെ റൂമിൽ ഇരുന്നു രോഗികളെ പരിശോധിക്കാം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ന്യൂറോളജിസ്റ്റ് വന്ന് രോഗികളെ പരിശോധിക്കാം. അപ്പോഴാണ് അപ്പുറത്ത് ബെല്ലടിച്ചത്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ KP അർസനാജി മദ്രാസിൽ നിന്ന് വിളിക്കാം. ആരാണ് ഈ ഡോക്ടർ അറിയോ? നിങ്ങൾക്കറിയോ? കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ. കേരളം ന്യൂറോളജിയിൽ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടാവില്ല. അത്രയും പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു ആര്? അബ്ദുൽ ഗഫൂർ. ഇങ്ങനെ എടുത്തു ഇവിടെ ഇങ്ങനെ വെച്ചു. അപ്പൊ അർസനാജി മദ്രാസ് അല്ല, നിങ്ങൾ പുറപ്പെടുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, ഞാൻ 5 മണിയുടെ മദ്രാസ് മെയിലിന് കയറും. പിറ്റേന്ന് രാവിലെ മദ്രാസിൽ എത്തണം അബ്ദുൽ ഗഫൂർ. പിറ്റേന്ന് രാവിലെ മദ്രാസിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകാനുള്ള ട്രെയിനിൽ പുറപ്പെടണം. രണ്ടാൾക്ക് പോകണം, KP അർസനാജിക്കും അബ്ദുൽ ഗഫൂർ. രോഗി എങ്ങനെ സീറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ സംസാരം നീണ്ടില്ല. ആ റിസീവർ അങ്ങനെ തന്നെ വീണു. ആ ഷീട്ടിലേക്ക് മൂക്ക് കുത്തിയിട്ട് അബ്ദുൽ ഗഫൂറും വീണു. കഴിഞ്ഞു. അതാണ് അവസാനം. കഴിഞ്ഞു. അതന്നെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഷീട്ട് പൂർത്തിയാക്കാൻ പോലും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. ഒരു ഡോക്ടർ മരിച്ചിട്ടാണ്, ഒരു മുസ്ലിം ഡോക്ടർ മരിച്ചിട്ടാണ് മാതൃഭൂമിയും മനോരമയും ഫ്രണ്ട് 1984 വൃത്തിയായി പേജ് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഡോക്ടർ അബ്ദുൽ ഗഫൂർ അന്തരിച്ചു. മനോരമ ഫ്രണ്ടിലെ ഏറ്റവും വലിയ ഒരു മുസ്ലിമോ അമുസ്ലിമോ ഒരു ഡോക്ടർ മരിച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ എഴുതില്ല. പക്ഷേ അതാണ് അടിമയുടെ അടിമത്വത്തെ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ അവസാന ദിവസം വരെ പൊട്ടിക്കരഞ്ഞത് അടിമക്ക് അടിമത്വത്തെ തിരിച്ചറിയലാണ്. അപ്പൊ പറഞ്ഞേ, ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഒന്ന് പരമാവധി എന്ത് വിനയം, 2 പ്രതീക്ഷ, 3 ഭയം, 4 അടിമക്ക് അടിമത്വത്തെ, 4 മുദാവമ നിത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും ചെയ്യാം. മറ്റൊന്ന് അടിമക്ക് അടിമത്വത്തെ തിരിച്ചറിയാതാണ് ഖുശൂ. നിസ്കരിക്കുന്നതിലെ ഖുശൂ തന്നെ. ഞാൻ അടിമയാണ് തിരിച്ചറിയാം. എന്നോട് ഉടമക്കാരന്റെ വൽപ്പത്തിനെ മനസ്സിലാക്കുക. അതന്നെ, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ ബാങ്കിൽ ഏറ്റവും കൂടുതലുള്ള ദിക്ർ, നിസ്കാരത്തിൽ ഏറ്റവും വലിയ ദിക്ർ അല്ലാഹു അക്ബർ. ഒന്നിങ്ങോട്ട് നോക്കി 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.
ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു കമന്റ് എനിക്ക് പറയാനുണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാവൂ, നീട്ടി പറയൂല. ഒറ്റ മിനിറ്റ്. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് സ്വാഗത പ്രസംഗം പറഞ്ഞത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതെ അതെ അതെ, നോക്കി നോക്കി. അഫ്ളൽ ദിക്ർ അല്ലാഹു അക്ബർ അല്ല, അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രഹസ്യം. ഈ രഹസ്യം ഈ മനുഷ്യന് സാധാരണക്കാരനെ ഉള്ള അറിയൂല. അത്രയും വലിയ രഹസ്യമാണ്. എന്ത് ലോകം കണ്ട ഏറ്റവും വലിയ വാക്കാണ് ഏത്? പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനകീയൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉള്ളിൽ പുറത്ത് കിട്ടു പറഞ്ഞു. ലോകത്താദ്യമായി അല്ലാഹു അക്ബർ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ജനകീയനായ പ്രവാചകൻ സയ്യിദ്നാ ഇബ്രാഹിം. ലോകത്ത് ലോകത്താദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹിം. അതെന്താ? ബാങ്കിൽ അല്ലാഹു അക്ബർ 6 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം. നിസ്കാരം മുഴുവനും അല്ലാഹു അക്ബർ. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അതെന്താ അല്ലാഹു അക്ബർ? ഉടമക്കാരന്റെ വലിപ്പം തിരിഞ്ഞിട്ട് അടിമക്ക് അടിമയുടെ ചെറുപ്പം തിരിയാ. അപ്പൊ നിസ്കാരത്തിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അടിമക്ക് അടിമയുടെ ചെറുപ്പത്തം തിരിഞ്ഞിട്ട് ഉടമക്കാരന്റെ വലിപ്പത്തരം മനസ്സിലാക്കുക. അതാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഖുശൂഅ് മുനാഫിഖിന് ഉണ്ടാവില്ല. അത് അഫ്ലഹൽ മുഅ്മിനൂൻ കൂടി പറയും. അത് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഞാൻ അടിമയാണ്, അടിമക്ക് തിരിയ, ഞാൻ അടിമയാണ് തിരിയ. അതിനാണ് ഖുശൂഅ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ കുറച്ച് പറയാതിരിക്കുക. അള്ളാഹുവിനെ നമ്മളൊരു വഴി പറഞ്ഞിരിക്കരുത്. അതാണ് അള്ളാഹുവിന്റെ മുന്നിൽ കാര്യം പൊതുവായി സമർപ്പിക്കുക. എന്റെ ഈ ബിൽഡിംഗ് വിറ്റിട്ട് എന്റെ കടം വീടാൻ തൗഫീഖ് ചെയ്യണമേ തരണമേ റബ്ബേ എന്ന് ദ്വാരക്കരുത്. അപ്പൊ ഇവൻ മാനേജർ ആകുക, എഞ്ചിനീയർ ആകുക. മനസ്സിലായില്ല? ചില ആളുകൾ അങ്ങനെ ദ്വാരക്കും. എന്റെ ആ ഭൂമി വിറ്റിട്ട് എന്റെ ഈ മോളെ കെട്ടിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അത് ഈ മാനേജറായി എഞ്ചിനീയറായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പ്ലാൻ വരച്ചു കൊടുക്കുക, എന്നിട്ട് അള്ളാ ബിൽഡിംഗ് ഉണ്ടാക്കുക. അത് വേണ്ട. ഈ അള്ളാനോട് പറയാ, അള്ളാ എനിക്ക് 2 ആവശ്യം. ഒന്ന്, എന്റെ സ്ഥലം വിറ്റോ. എന്റെ മോളി സ്ഥലം വിറ്റു ഉദ്ദേശിക്കണില്ലേ? വേണ്ട, എനിക്ക് എന്ത് മതി, മോളെ കെട്ടിച്ചാ മതി, അവിടെ കിടന്നോട്ടെ. അതൊന്നും എങ്ങനെ എനിക്കറിയില്ല. ഞാനാരല്ലേ, ഞാൻ അടിമല്ലേ, എനിക്കുമല്ലോ. നടക്കും. നമ്മളെ കോഴിക്കോട്ട് കോയാമുക്കാൻ നമ്മ ഒരു കല്ലായി മരം തീരുന്ന ഒരു സാധു അന്നത്തെ ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. 2-3-4 പെൺകുട്ടികളുണ്ടായി. ഇങ്ങനെ മൂത്ത പെൺകുട്ടിക്ക് കല്യാണം കയ്യിൽ ഉറങ്ങിയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു തരാം കോയംകാക്കനത്. കോയംകാക്കനെ 1-2 വട്ടം എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പോഴുണ്ട് നമ്മളെ ക്ലാസ്സിൽ വരും. അപ്പൊ കോയംകാക്ക പിന്നെ എന്നോട് ഭാര്യ കല്യാണമൊക്കെ ഏകദേശമായി ഉറച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു തരാം സുബഹിക്ക് നിസ്കരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോ നിങ്ങളേതായാലും ആധാരം ബാങ്കിൽ കൊണ്ടുവച്ചാണ്. അങ്ങനെ നമുക്ക് അതാണ് കഴിക്കാം. പലിശല്ലേ, ഹറാമല്ലേ എന്ന് പറഞ്ഞ മൂപ്പരിങ്ങനെ ഇറങ്ങി മരപ്പണി എടുക്കുന്ന പഴയ കാലത്ത് കല്ലായിട്ട് വലിയ മൊലാണ്ടാണ് പോയി. മൂപ്പര് സുബഹി നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ പോയാമോ? ഒന്നുമില്ല. എന്തേ മോളെ കല്യാണം ഉറച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ മൊലാളി പറഞ്ഞേ, പോയാമോ ഇജ്ജി വിചാരിച്ച മാതിരി ഒന്നുമല്ല, കല്ലായി അറിയില്ല, കല്ലായി ഒക്കെ ഉറങ്ങിയില്ലേ, മരൊന്നും പഴയതുപോലെ വരുന്നില്ല, നിൽക്കണില്ല, കച്ചവടല്ല, പൈസ അല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞ കോട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമില്ല, ഞാൻ പൈസക്ക് വന്നതുമല്ല, ഞാൻ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആധാരം കൊണ്ടേറ്റാണ് ബാങ്കിൽ വെച്ചാളി നമുക്ക് അതിന്റെ പൈസ എടുത്ത് മോളെ കെട്ടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് പലിശല്ലേ, അത് നമ്മളിങ്ങനെ മെഷർ ചെയ്യുന്നത് ഏറ്റാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റാൻ പറ്റിയ ഒരാളെ കിട്ടാൻ വന്നതാണ്. നമ്മളെ നാട്ടിലെ എനിക്ക് പരിചയം
ചെയ്യുന്ന വലിയ മുതലാളി നിങ്ങളാണ്. അള്ളാഹു വിഷയം തരണ ബാങ്ക് കൊണ്ട് പലിശക്ക് വാങ്ങിന്ന് വെച്ചാൽ അത് ഞാനല്ല പഠിച്ചോനെ. എന്റെ നാട്ടിലെ മുതലാളി കുടുങ്ങിയ പൈസ ഇല്ലാത്ത നേരത്തെ എന്റെ മോളെ കല്യാണം വന്നത്. നീ മൂപ്പരോട് ചോദിച്ചാൽ ബാക്കിയത് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാലോ. അപ്പൊ പൈസ ഒന്നും വേണ്ട ആചാര്യ, ഞാൻ പോവുകയാണ്. ഇയാള് ഇജി കോയാൻ പോയി ഞാൻ നരകത്തിലാക്കി പോവല്ലേ, ഞാൻ 10 പവൻ തരാന്ന് പറഞ്ഞു. എങ്ങനുണ്ട്? ഇത് നേരെ പറയാം. ഈ കോയം കാക്കാനെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയും കളിച്ചിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിന് സ്ഥിരം ഭയങ്കര കോയം കാക്ക ഭയങ്കര പാടാണ്. ഇതൊക്കെ പാടുണ്ട്. നമ്മൾ അള്ളാഹ് എഞ്ചിനീയർ ആകില്ല. നമ്മൾ കാര്യം ആരോട് പറയാം? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെയാണ് പിന്നെയാണ് പിന്നെ എന്ത് പിന്നെ എന്ത് പിന്നെ ഹറാമായ ഭക്ഷണത്തെ തൊട്ട് വയറിനെ സൂക്ഷിക്കാം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സ്വീകരിക്കും? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് പറയും. നോമ്പ് കാലത്ത് ദ്വാന്റെ മാസം ദ്വായിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, പരമാവധി വിനയം കാണിക്കുക. പിന്നെ പ്രതീക്ഷ, എന്റെ റബ്ബിനെ ഒഴിവാക്കുക. പരമാവധി പേടി. പിന്നെ എപ്പോഴും ദ്വാരക്കുക. പിന്നെ ഞാൻ അടിമയാണെന്ന് തിരിച്ചറിഞ്ഞ ദ്വാരക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് പറയാനുള്ളത് വ്യക്തമായി അള്ളാന്റെ മുന്നിൽ പറയാം. അള്ളാഹ് എഞ്ചിനീയറിംഗിന് പറഞ്ഞു കൊടുക്കരുത്. കാര്യം ആരോടും പറയാം, വഴി പറഞ്ഞു കൊടുക്കണ്ട. കാര്യം ആരോട് പറയാം? അള്ളാഹിനോട് പറയാം. 7ാമത്തെ കാര്യം, ഹറാമായ ഭക്ഷണത്തെ തൊട്ട് വയറിനെ സൂക്ഷിക്കുക. 7 കാര്യമുണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരു മാസം ദുആക്ക് വേണ്ടി ചെലവാക്കുക. അപ്പോൾ അതിന്റെ ചാനലാണ് എന്ത്? ഞാൻ നോമ്പിനെ ഒരു തീവണ്ടിയോട് ഉപമിക്കാം. ഒറ്റ വാക്ക്. തീവണ്ടിയോട് ഞാൻ നോമ്പിനെ ഉപമിക്കാം. തീവണ്ടിക്ക് 3 കാര്യം പറയും. 1 പാളം, 2 തീവണ്ടി, 3 ലക്ഷ്യം. തീവണ്ടി പോണെങ്കിൽ പാളം വേണം. മനസ്സിലായില്ലേ? തീവണ്ടി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാണെങ്കിൽ 3 കാര്യം വേണം. 1 തീവണ്ടി പോകാനുള്ള പാളം, 2 തീവണ്ടി, 3 അതിന്റെ ലക്ഷ്യസ്ഥാനം. ഇങ്ങോട്ട് നോക്ക്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പാളമാണ് എന്തെന്നറിയോ? നോമ്പ്. വയറിനെ പരമാവധി ഒന്നിങ്ങോട്ട് നോക്ക്. ഒറ്റ മിനിറ്റോട്ട് കാര്യം മനസ്സിലാക്കി തരാം. വയറിനെ പരമാവധി കാര്യാക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ, മസ്തിഷ്കത്തിലേക്കുള്ള ആവശ്യമില്ലാത്ത ഈ ദുർമേധസ്സുകൾ കയറുക, ഹൃദയത്തിന്റെ വാൾവിനെ അടക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാകും. 2 കാര്യത്തിന്റെ ഇടയിലാണ് കാര്യം. 1 തലച്ചോറ്, 1 ഹൃദയം. പറ 2 കാര്യത്തിന്റെ ഇടയിലെ കാര്യം. 1 എന്ത്? തലച്ചോറ്. 1 എന്ത്? ഹൃദയം. ബുദ്ധിയുടെ കേന്ദ്രം തലച്ചോറാണ്, മനസ്സിന്റെ കേന്ദ്രം ഹൃദയമാണ്. ഇത് 2 നമുക്ക് ആവശ്യമാണ്. അതിൽ ബുദ്ധി ഒരു സാധുവാണ്. മൂപ്പർക്ക് 100 കിലോമീറ്റർ നടക്കേണ്ടടുത്ത് 2 കിലോമീറ്റർ ഒക്കെ നടക്കാനേ ആർക്കും കഴിയുള്ളൂ. പാവാണ്. അതാണ് ഐസക് ന്യൂട്ടനൊക്കെ പഠിച്ചത്. അവരൊക്കെ പച്ച പാവങ്ങളാണ്. ഒരു ദുനിയാവിലെ ഏറ്റവും വലിയത് എന്താന്ന് വിചാരിച്ചു? ബുദ്ധി എന്ന് വിചാരിച്ചു. എന്നാൽ 100 കിലോമീറ്റർ കൊണ്ടെടുത്ത് 150 കിലോമീറ്റർ പോയി. മനസ്സിന് ഹൃദയമല്ല, ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ട്. അതാണ് എന്ത്? മനസ്സ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് എന്തിന്റെ കേന്ദ്രം? പറയും മനുഷ്യന്മാരെ, ബുദ്ധിയുടെ കേന്ദ്രം. ഇതാണ് മനസ്സിന്റെ കേന്ദ്രം. മനസ്സിന് തടസ്സമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്താൽ ബുദ്ധിയും മനസ്സും തമ്മിൽ നല്ല ബന്ധത്തിലാവും. അപ്പോൾ ബുദ്ധി താഴെ നിന്നാൽ മനസ്സത് പായും. ബുദ്ധിക്ക് വല്ലാതെ ഓടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മിക്കവാറും സത്യങ്ങൾ ബുദ്ധിയുടെ അപ്പുറത്താണ്. ഞാൻ വായിച്ചത് മിക്കവാറും കാര്യങ്ങളെല്ലാം ബുദ്ധിയുടെ അപ്പുറത്താണ്. മനസ്സങ്ങനെയല്ല. മനസ്സ് ശുദ്ധമായ ആത്മാവാണെങ്കിൽ മനസ്സാണ് പായും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് ആര്? അല്ലാഹ്. പാളം നോമ്പ്. ഓടേണ്ടത് മനസ്സ്, ലക്ഷ്യം അല്ലാഹ്.
അതന്നെ മനസ്സാണ് പായണം. ആരടുത്തേക്ക് പറയാ, ആരടുത്തേക്ക്? അല്ല, അതിന് മനസ്സിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, ശരീരത്തിന് ഹിഫത്ത് കൊടുക്കുക. അതാണ് എന്ത് നോമ്പ്. ഇതാണ് ഇതിലെ ഏറ്റവും ചെറിയ സാധനം നോമ്പാണ്. ഇതിൽ ഏറ്റവും ചെറുതാണ് എന്ത് നോമ്പ്. ഇത് മാത്രം ലെവലാക്കിയിട്ട് കാര്യമില്ല. പാളുണ്ട്, തീവണ്ടി ഉണ്ടായാലേ അല്ല മൂപ്പരോട്ട് പുറപ്പെട്ടില്ലെങ്കിൽ അത് പട്ടാമ്പി സൈഡിലൊക്കെ ഉള്ള ആളുകൾക്ക് രാവിലെ മറക്കിരിക്കാന്നല്ലാതെ പാളം കൊണ്ട് ഉപകാരം മനസ്സിലായില്ല. പറയും മനുഷ്യന്മാരെ, പാളം കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ തീവണ്ടി ഉണ്ടാവണം. തീവണ്ടി മംഗലാപുരത്തേക്ക് പായും. നോമ്പോണ്ട് ഉപകാരം ഉണ്ടാകണമെങ്കിൽ ശുദ്ധമായ മനസ്സ് അള്ളാഹുവിലേക്ക് പായണം. അതന്നെയാണ് ഇതിൽ ഏറ്റവും ചെറുതാണ് എന്ത്. ഇത് ഏറ്റവും ചെറുതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇതുമ്മൽ അങ്ങോട്ട് കൂടി കൂടിയുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചാ ഇത് കൂട്ടും. ഇതാണ് മറന്നാലോ. മനസ്സിലായില്ല. വലിയ ഒരു വിഷയം ഉണ്ടായി. ഉമ്മ ആശുപത്രിയിലായപ്പോൾ കുട്ടിക്കാലത്ത് ഉമ്മ നമ്മളെ കൊണ്ടുനടന്നതും ഉമ്മ കഷ്ടപ്പെട്ടതൊക്കെ മനസ്സിലാണ് വരും. മനസ്സ് ഉമ്മാന്റെ പിന്നാലെ പായും. വെന്റിലേറ്ററിൽ ഉള്ളിലാണ് ആര്? ഉമ്മ. പുറത്ത് നമ്മളാണ്. അന്ന് നമ്മൾ തിന്നൂല. എന്തുകൊണ്ട്? അന്ന് തിന്നൽ ഹറാമാണ്. ഉമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആയത്ത് തിന്നൽ ഹറാമാകുന്നു. അങ്ങനെ ആയിട്ടുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇല്ല. ഹദീസ് ഉമ്മാനെ ആശുപത്രിയിലാക്കിയാൽ തിന്നൽ ഹറാമാണ്. അങ്ങനെ ഹദീസുണ്ടോ? പറയേണ്ട മനുഷ്യന്മാരെ. പിന്നെന്തേ തിന്നലും തിന്നാതിരിക്കലും മറന്നു. തിന്നോന്നും അറിയില്ല, തിന്നില്ലാന്നും അറിയില്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഇങ്ങോട്ട് നോക്കട കുട്ടി, നിന്റെ മുഖത്തേക്ക് നോക്കട കുട്ടി. ഞാൻ വെറുതെ നീളം കുപ്പായിട്ട് വന്നിരിക്കണ്ടടാ. ഒന്നും വിചാരിക്കണ്ടട്ടാ, അഹങ്കാരം തോന്നരുത്. ആശാരി മരത്തിന് ശരിക്ക് 4 വന്നാൽ ആദ്യം പുളി കൊണ്ട് 2 മേട്ടം കൊടുക്കും. ആദ്യം മരത്തിന് ആശാരി ഒതുക്കും അല്ലേ? ഇല്ലെങ്കിൽ മൂപ്പർക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ കഴിയും. ആശാരി മരത്തിന് അങ്ങനെ ബഹുമാനിച്ച് നടന്നാൽ കസേരി മേശ ഉണ്ടാവില്ല. ആദ്യം ആശാരിക്കുണ്ട് ഒതുങ്ങണം മരം. അവസാനം പിന്നെ ആശാരി സാരല്ലാന്ന് പറയും. ഈ ആശാരിക്ക് മാപ്പറങ്ങൊന്നും ബേജാറില്ല. അങ്ങനത്തെ ആശാരി ഒന്നും അല്ലത്. തൽക്കാലം ഞങ്ങളാണ് തൽക്കാലം നോക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്റെ ഞാൻ അവസാനം പറഞ്ഞു. എന്തോ ഒന്ന് പറഞ്ഞല്ലോ അവസാനം. എന്താ ഞാൻ പറഞ്ഞ അവസാനം? എന്തോ രൂപം പറഞ്ഞത്? എന്തോ പറഞ്ഞത്? അതെ, നമ്മൾ തിന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വൈകുന്നേരമാകാനാണ് ആഗ്രഹിക്കുക. തിന്നണല്ലോ. ഇതന്നെയാണ് മറന്നാലും ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നു. ഊണും ഉറക്കം ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്ന എന്റെ മനസ്സ് പാഞ്ഞു ആരടുത്തേക്ക്. അപ്പോൾ തിന്നോന്നുള്ള വർത്താനം പോലും മറന്നുപോയി. അതാ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതന്നെ ആ മീമന്നെ മുഹമ്മദിന്റെ മീമ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മീമാണ് മൊഹീദ്ദീന്റെ മീമ് റളിയല്ലാഹു അൻഹു. ഏതാണ് ആ മീം? മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ മീമാണ്. ഓരോ വലിയ ഒരു അസലുണ്ടാവും. എന്റെ അസൽ മുഹമ്മദ് മുസ്തഫയാണ്. ആരാണ് മുഹമ്മദ് മുസ്തഫ? തിന്നാൻ കിട്ടിയപ്പോഴും വയറിൽ വെച്ച് കെട്ടി നടന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഒഴിവാക്കി മനസ്സിനെ ആരടുത്തെങ്കിലും പറഞ്ഞയച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യത്തെ മനസ്സിനെ അല്ലാഹുവിലേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ എന്റെ ഓടേണ്ടി ഒന്നും എന്തിനാ ജഡ്ജ്മെന്റിന്റെ തലേന്ന് എവിടെ എറണാകുളത്ത് പോയി പായ? എവിടെ ശ്രീധരന്റെ വീട്? എവിടെ? ഏതാ വീട്? ഏതാ കോളനി? ഏതാ കോട്ടേഴ്സ്? എന്റെ കാരണം ഇവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ തൂക്കിക്കൊല്ലാൻ കുതിക്കാൻ സാധ്യതയുള്ള കുറ്റവാളിയാണ് ഞാൻ എന്ന്. അതന്നെ അള്ളാഹു എപ്പോഴും നരകത്തിലേക്ക് വിധിക്കാൻ സാധ്യതയുള്ള കുറ്റവാളിയാണ്. ഇത് പൊതുമാപ്പിന്റെ സമയമാണ്. അപ്പോൾ ജഡ്ജിയെ അന്വേഷിച്ച് പായാണ് മനസ്സ്. അതന്നെയാണ് എന്ത്
അതന്നെയാണ് എന്ത് നോമ്പ്. അതാണ് ഇതിന്റെ ഉള്ളിൽ കേട്ടത്. മറ്റത് ചാനലാണ്, ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ട. കോടാനക്കോടി 625 കോടി തൊഴിലാളികളുള്ള മുതലാളിയാണ് ആര്? 625 കോടി തൊഴിലാളികളുള്ള തൊഴിലുടമ മുതലാളിയാണ് ആര്? യാ പടച്ചതമ്പുരാനെ, ഇവരെന്താ വിചാരിച്ച് ഞാൻ യൂസുഫ് അലിനെ പറ്റിയോ മറ്റോ ഒക്കെ പറയാൻ അങ്ങനെ മേപ്പോട്ട് ഏതാപ്പാ മുതലാളി എന്നാണ്. 625 കോടി തൊഴിലാളികളുടെ മുതലാളിയാണ് ആര്? അല്ലാഹു. അപ്പൊ ഒരുത്തനുണ്ട് ഇങ്ങനെ കാലും ചാടി പണിക്കൊണ്ടിട്ട് എന്താണ് നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് മുതലാളി കാല് ഇന്നലെ പൊട്ടി വീണു പോയി പഴുത്തു. അപ്പോൾ മുതലാളി പറഞ്ഞു, പിന്നെ എന്തിനാടാ പണിക്കിറങ്ങി, കേറിപ്പോടാ. ബുദ്ധിമുട്ടിയവൻ ബുദ്ധിമുട്ടി പണിയെടുക്കേണ്ട ആവശ്യം ആർക്കില്ല, മുതലാളിക്കില്ല. അതുകൊണ്ടാണ് ഒരായത്തിൽ പണിയെടുത്തു എന്ന് പറഞ്ഞു എടുത്തോ നടപ്പോ രണ്ടാണത്തിൽ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിനെ പറ്റി പറഞ്ഞതല്ല. അന്വേഷണം ജീവാണെങ്കിൽ അന്വേഷിച്ചോ. ഈ നോമ്പോറ്റാലും ഞാൻ അവിടെ ഉണ്ടാവും, ഈ നോമ്പിച്ചില്ലെങ്കിലും ഞാൻ അവിടെ. ചിലപ്പോൾ നിനക്ക് ഉതിറുണ്ടാവും, പക്ഷെ എന്തിനും ഉതിറില്ല. ഇത് ദ്വാന്റെ മാസമാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുലേക്ക് വിനയം കാണിച്ച് അള്ളാഹുലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് അവസാനിപ്പിക്കുന്നു. ഒറ്റ വാക്ക് മുഅ്മിനീങ്ങളെ, നമ്മൾ ഇത്തരം ഓർഡിനൻസുകളിൽ വഞ്ചിതനാവരുത് എന്നും ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ഉപദേശിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ BJP തന്നെ കുടുങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. രണ്ട് കാര്യമാണ് മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ. മുസ്ലിമീങ്ങൾ ഇതിൽ സംയമനം പാലിക്കണം. പോത്തിറച്ചി മൂലിറച്ചി തിന്നൽ മുസ്ലിമീങ്ങൾക്ക് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് അടുത്ത കാലത്ത് ഒരു ബുദ്ധിയില്ലാത്ത കാലത്ത് നമ്മളെക്കാൾ പോത്തിറച്ചി തിന്നവരാണ് ചേട്ടന്മാർ. നമ്മൾ മുണ്ടോട്ടാ ഇന്ത്യയിൽ ബീഫ് നിരോധിച്ചാൽ നിങ്ങൾക്ക് എന്തോ അലക്കുക. അതെന്ത് എന്താണ് കഴിഞ്ഞ കൊല്ലം 26,000 കോടി രൂപയാണ് RSSന്റെ വരുമാനം ബീഫ് കയറ്റിയാക്കിയത്. നമ്മളെ കുതിരാക്കിയതാണ്. എന്ത് പറഞ്ഞ എന്താണ് 26,000 കോടി വിദേശ നാണയം വാങ്ങുന്ന കയറ്റുമതിയാണ് ബീഫിന്റെ. ഈ ബീഫ് MP-യിൽ നിന്നും UP-യിൽ നിന്നും ഇതിന്റെ 99% അറസ്റ്റാണ്. ഇതിന് രണ്ട് ലക്ഷ്യം. ഒന്ന്, ശ്രദ്ധിക്കണം, ഈ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആപത്ത് സംഭവിക്കും. ഇതിൽ അവരുടെ ലക്ഷ്യം വരണം. എന്താ ലക്ഷ്യം? സ്വാഭാവികമായും പ്രസിഡന്റിന്റെ അനുമതി ഒപ്പുകൂടി കിട്ടിയാൽ ഈ ഓർഡിനൻസ് എന്താവും? ഓർഡിനൻസ് പാസ്സായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടി വരും. മനസ്സിലാക്കാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ അത് നടപ്പിലാവൂല. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ സാധനല്ലല്ലോ. ഇവിടെ അരി തിന്നൽ നിർത്തൂല എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അരി വരൽ നിർത്തുകയും ചെയ്താൽ ഇവിടെ അരി തിന്നൽ നിർത്തൂല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ തിന്നാണ്ടാവില്ല. ഇവിടെ 957 കേരളപ്പിറവിയുടെ സമയത്ത് ഉണ്ടായിരുന്നതിന്റെ 10% പോലും നെൽകൃഷി എന്നതുപോലെ അവിടുന്ന് ഇവിടുന്നും സാധനം വന്നാൽ ഇവിടെ എന്താ ഉള്ളൂ. ഇതിലാരും ഇതൊക്കെ രാഷ്ട്രീയ പൊപ്പകണ്ടകളാണ്. അതിൽ വഞ്ചിതരാകണ്ട. ഇതിന് ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്ന ആർക്ക് തന്നെയാണ്? BJP-ക്കാണ്. ഒന്ന്. പിന്നെ എന്റെ നാട്ടിൽ എന്റെ പഞ്ചായത്ത് നിങ്ങൾക്കറിയോ മനുഷ്യന്മാരെ? എന്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു 30-32% മുസ്ലിങ്ങൾ, അത്ര തന്നെ ചേട്ടന്മാര്. ഏകദേശം ഒരു 2% കൂടും ആരും ഹിന്ദുക്കൾ. ഇതാണ് നമ്മൾ രാവിലെ പോയാണ്ട് 1 ഏക്കർ ചൗക്കത്തെ 1 കിലോ ഇറച്ചി എടുക്കുന്നത്. മത്തായി എന്നത് 5 കിലോ നോക്കുന്നത്. മനസ്സിലായില്ല? മാപ്പിളക്ക് ഇതിന് എന്തുണ്ട്?
ലൈസൻസോട് കൂടി തിന്നോളൂ മാപ്പിള. മാപ്പിളക്ക് എന്താണെങ്കിലും അരക്കത്തരം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. മറ്റേ 5-ലോ 4-ലോ ഇത് ഞാൻ ദിവസം കാണുന്നതാണ്. ഇന്ന് രാവിലെ കാണുന്നത്. ഇന്ന് രാവിലെ എന്റെ അവിടെ അറിവ് നടക്കോടത്ത് ആകെ വരെ പൊന്നിക്കണ ആളുകളൊക്കെ ഉറങ്ങാം. ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു. നല്ല ഇറച്ചിയൊക്കെ കഴിഞ്ഞപ്പോ ചിലപ്പോ 3-4 ദിവസം കൂടി ഇത് ഉണ്ടാവുള്ളൂ. നല്ല ഇറച്ചിയൊക്കെ ഏട്ടന്മാര് വാങ്ങിക്കൊണ്ട് പോകുമല്ലോ കുറച്ചുകൂടിയൊന്നും ഞാൻ ആലോചിച്ച്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കി നമ്മളിതിന് എത്തിച്ചേണ്ട ആവശ്യം. ഇതിൽ ഇവർക്ക് താല്പര്യങ്ങൾ ഉണ്ട്. എന്താ താല്പര്യം? താല്പര്യം ഞാൻ പറഞ്ഞ താല്പര്യം ഇങ്ങനെ വന്നാൽ സ്വാഭാവികമായും രഹസ്യമായി പല സ്ഥലങ്ങളിലും അറിവുകൾ നടക്കും. ആ രഹസ്യമായ അറിവുകളെ BJP ഉപയോഗിക്കും. ഇതിൽ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകും. അതെങ്ങനെ മനസ്സിലാക്കിയാളെ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയത്ത് എന്റെ തലയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ചില കാര്യങ്ങൾ. ഇത് റബ്ബിന്റെ സഹായത്താൽ പറഞ്ഞാണ്. ഇതുമൽ അനങ്ങേവല്ല. പിന്നെ ഉളഹിയത്ത്. ഇത് 2 കാരണം ഞങ്ങളോട് പറയുന്നു. ഈ നിയമവുമായി കൂടുതൽ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. പോയിന്റ് നമ്പർ 2, ആടിനെ അറക്കലോട്ട് നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് നിർബന്ധമാണോ? അല്ല ആണോ? ഇവിടെ യുദ്ധം ചെയ്ത് സാമുദായിക സംഘർഷം ഉണ്ടാക്കി നമ്മൾ BJP തമ്മിൽ വെട്ടിക്കുന്നത് നിർക്കുന്നുണ്ടോ? എന്തുണ്ടോ? അങ്ങനെ വല്ല നിയമം ഉണ്ടോ? നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഇന്ത്യ ബർമ്മയാക്കാനുള്ള കളി കളിക്കണം. മര്യാദക്ക് ഇരുന്നോളി. കളി ആതിരി വിട്ട് കളിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് ആപത്തില്ല. ഇതിൽ ഞാൻ 2 കാര്യം നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞു. നമുക്കിവിടെ ചെയ്യാനുള്ളത് ദുആയാണ് മാത്രമല്ല. നമുക്ക് 2 കാര്യം ചെയ്യാൻ. 1, നമ്മൾ പരമാവധി യോജിച്ച് മുന്നോട്ട് പോകണം. 2, അല്ലാഹുവിനോട് പ്രശ്നം നിങ്ങൾ ബേജാറാവണ്ട. ഇത് വെറുതെ മൂക്കിട്ട് കയറുകയാണ്. ഇതുമ്മ മുന്നോട്ട് പോകാൻ ഇവർക്ക് ബീഫ് നിരോധിച്ച സമ്പ്രദ പ്രവർത്തനം വല്ലാതെ മുന്നോട്ട് പോയാൽ BJP തുടരും. നിങ്ങൾ എഴുതി വെച്ചു. ബീഫ് നിരോധനം എന്നത് ഇന്ത്യയിൽ മുന്നോട്ട് പോയാൽ BJP 2 കഷ്ണം മുന്നോട്ട് പോയി. ഇത് പ്രസിനൽ സ്വഭാവം. പ്രസ് നിങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയം പറയാൻ തോന്നരുത്. അങ്ങനെ തോന്നോ? ഞാൻ രാഷ്ട്രീയം, ഞാൻ സമുദായ കാര്യം പറയാൻ തോന്നുന്നു. രാഷ്ട്രീയ അല്ലട്ട പറയുന്നത്. ഞാൻ രാഷ്ട്രീയ അല്ലട്ട പറയണത് ഒരു ഇസ്ലാം മുസ്ലിം വിരുദ്ധ മാധ്യമ കേരളത്തിൽ ഇതിന് നമ്മളെ പോലെ ഇറച്ചിരുന്ന എത്രയോ സമുദായങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെ തലേക്കണ വലിച്ചിട അവർക്ക് ലക്ഷ്യം നമ്മളെ തലേക്കിടാനാണ്. ഇത് എന്നാ ഈ നിയമം കൊണ്ടിരുന്നത്? നോമ്പിന്റെ നമ്മളെ തലേക്കിടൊന്നുമല്ല. ഇന്ത്യയിൽ അറക്കണ അറവിൽ ഒരുക്കളിൽ കുറഞ്ഞ ശതമാനം ഇറച്ചി മാത്രമേ ആര് തിന്നുള്ളൂ, മുസ്ലിമീ തിന്നുള്ളൂ. തലേക്ക് വെച്ചില്ല. അതിനൊന്നും തോളാട്ടി നോക്കണ്ട. ഞാൻ എന്റെ ഭാഷ എത്രയേ ഉള്ളൂ. നമ്മളിവിടെ നിയമപരമായി ബീഫ് അറുത്താൽ കഴിക്കും, ഇല്ലേ? കഴിക്കൂല. പിന്നെ ഭരണഘടനയുടെ 1-ാം പ്രമാണമായ ഫണ്ടമെന്റൽ റൈറ്റ്സായ മനുഷ്യാവകാശ, മനുഷ്യന്റെ ഭക്ഷ്യ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം, അതിനെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും എന്ത് ചെയ്യണം? പ്രതികരിക്കും. ആ കൂട്ടത്തിൽ ആരും പ്രതികരിക്കണം. ഇസ്ലാം കാണാൻ അങ്ങനെ ആരും മനസ്സിലാക്കി പോയാൽ അബദ്ധം സംഭവിക്കും. നമ്മളെ തെരുവിലിറക്കലാണ് അവരുടെ ലക്ഷ്യം. തെരുവിൽ ഇറങ്ങി പോകരുത്. അപകടം വളരെ ഗൗരവമാണ് എന്ന് മനസ്സിലാക്കണം. 2 പോയിന്റ്. 2ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. 1, അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. 2 എപ്പോഴും ദുആ ചെയ്യണം. 2 പരമാവധി നമ്മൾ യോജിച്ചു. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു സഹായിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ ബേജാറാവണം. ഇതൊക്കെ ഇതിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.
അള്ളാഹു എവിടുത്തെ നന്മ നിലനിൽക്കണം. അള്ളാഹു നന്മ നിലനിൽക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ചിന്തിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായും നിലകൊള്ളണമെന്നും സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാവരോടും. പിന്നെ അതാത് സമയങ്ങളിൽ നേതാക്കൾ വേണ്ടത് പറയും. അതൊക്കെ ചെലവിക്കൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകലായിരിക്കും മുസ്ലിമീങ്ങൾക്ക് നല്ലത്. വികാരങ്ങൾക്ക് അടിമപ്പെടരുത്. നമ്മളെ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തലാണ് നമ്മുടെ എതിരാളികളുടെ ലക്ഷ്യമെന്ന് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാർ തിരിച്ചറിയണം. ഇതിന് വേറൊരു പുറത്തുണ്ട്. എന്തെന്നറിയോ? ചില രാഷ്ട്രീയ സംഘടനകൾ, അതായത് ചില ഭീകര സംഘടനകൾ അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകൾ ഇതിന് വെച്ച് മുതലെടുക്കും. മനസ്സിലായോ? കൂടുതൽ ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് പോകും. അതിനൊന്നും ഇടം കൊടുക്കരുത്. നിങ്ങൾ ഓരോരുത്തരും യോജിച്ചും ഐക്യപ്പെട്ടും നല്ല നിലക്കും മുന്നോട്ട് പോകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഞാനിത് രാഷ്ട്രീയം പറയുകയല്ല. ഞാൻ അങ്ങനത്തെ ഒരു അന്തമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ആളുമല്ല. പ്രധാനമന്ത്രി കേരളത്തിൽ പ്രസംഗിക്കാൻ വന്നു, ഹിന്ദിയിൽ പ്രസംഗിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഹിന്ദി അറിയില്ലാണ്. കേരളത്തിലെ ജനം മൊത്തം സുരേന്ദ്രനെ അന്ന് പിന്നെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് വരുന്നത്. ഓർമ്മല്ലേ? എന്തേ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനെ എന്തേ തള്ളിയത്? ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി പ്രസംഗ മധ്യേ BJPയുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോ പരിഭാഷപ്പെടുത്തിയ ആര്? സുരേന്ദ്രൻ. കേരള ജനത തത്സമയം ടിവിയിൽ കൂടെ കണ്ടുകൊണ്ടേ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു സുരേന്ദ്രന് ഹിന്ദി അറിയില്ല. അന്ന് വൈകുന്നേരത്തോടുകൂടെ അപ്രശ്നം അവസാനിച്ചു. അതിന്റെ പേരിൽ പത്രത്തിലും എഴുത്തുണ്ടായില്ല, അതിന്റെ പേരിൽ ഒരു ചാനലിലും വന്നില്ല, ഒരു കളിയാക്കലും ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ ഒരു MP, രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയം പറയാൻ തോന്നുന്നു, നമ്മുടെ ഒരു MP ഉത്തർപ്രദേശിൽ പോയി പ്രസംഗിച്ചപ്പോൾ അയാൾക്ക് ഹിന്ദിയിൽ ഒരു അബദ്ധം സംഭവിച്ചു. സോഷ്യൽ മീഡിയയും പത്രവും മുഴുവൻ അതെ. എന്താ കാര്യം? ഇതൊരു പ്രസ് സിൻഡിക്കേറ്റ് ആണ്, ഒരു ആന്റി ഇസ്ലാമിക് പ്രസ് സിൻഡിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത് തന്നെ. അയാളുടെ പേര് സുരേന്ദ്രനാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അയാളുടെ പേര് കുഞ്ഞാലിക്കുട്ടിനായി. ഞാനൊരു രാഷ്ട്രീയം പറയുന്നത് തോന്നരുത്. ഞങ്ങളെ ഒരു രാഷ്ട്രീയത്തിന് ആളുമല്ല, അള്ളാന്റെ കലാം പറയാം. എനിക്ക് നിന്റെ സമുദായത്തോടല്ലാതെ ഒരു പ്രതിബദ്ധതയില്ല. ഞങ്ങൾ വിചാരിച്ചു രാഷ്ട്രീയം, പിന്നെ സമുദായ രാഷ്ട്രീയം സമുദായത്തിന്റെ നന്മക്ക് കൂടെ നിൽക്കുന്നല്ലാത്ത ഒന്നുമില്ല. പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കും, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതുകൊണ്ട് നമ്മളെ തെരുവിലിറക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാകാം. തീവ്രവാദ രാഷ്ട്രീയ സംഘടനകളും മറ്റും ഇതിൽ മുതലെടുക്കാൻ ശ്രമിക്കാം. അതിലൊന്നും വഞ്ചിതരാകരുത്. അവസരോചിതം എന്ത് ചെയ്യണമെന്ന് നേതാക്കൾ പറയും. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടിയാലോചനകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും എടുത്തു ചാടേണ്ടതില്ല. അതൊക്കെ വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കോളും. നേതാക്കൾ കൽപ്പിച്ചത് ശിരസാ വഹിച്ചാൽ മതി. അല്ലാഹു തആല ഉചിതമായ തീരുമാനം അവസരോചിതം എടുക്കാൻ നേതാക്കൾക്ക് അല്ലാഹു റുഷ്ദ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇലാ ഹദ്റത്തുൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. بسم الله الرحمن الرحيم. قل أعوذ برب الفلق ومن شر النفاثات في العقد ومن شر حاسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الذي يوسوس في صدور الناس من الجنة. صدق الله. മുഅ്മിനീങ്ങളുടെ വാക്കിലോ പ്രയോഗത്തിലോ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭാര്യ ആശുപത്രിയിലുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു എന്താവശ്യമാണെങ്കിലും
എന്ത് കാര്യമാണെങ്കിൽ അള്ളാഹു അതൊക്കെ റാഹത്താക്കി കൊടുക്കട്ടെ. പാണക്കാട് സാദാത്യങ്ങൾ സമുദായത്തിന്റെ നേതാക്കന്മാരാ, അവരുടെ കൂടെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. പടച്ചോനെ റബ്ബേ റഹ്മാൻ, ബോധമുള്ള വിവേകമുള്ള ഒരു സമുദായമായി ഞങ്ങളെ വളർത്തി തരണമേ പടച്ചോനെ. വലിയ വലിയ വിവേകമുള്ള മഹാന്മാര് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു. എവിടെയും പ്രയാസം. പുതിയ നേതൃത്വവും വിവേകമുള്ളവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കെതിരായ എല്ലാവിധ രൂപീകരണത്തെയും നീ പ്രയാസപ്പെടുത്തണമേ. അല്ലാഹുവേ, ഇന്ത്യയിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മനുഷ്യ സ്നേഹം നിലനിൽക്കും. എല്ലാവരും സ്നേഹത്തിലും ഭംഗിയിലും മുന്നോട്ട് പോവുകയാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഒരു രാജ്യം